ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ പുതിയ അറിവ് കിട്ടിയ നമ്മളവിടെ ചെന്ന അവിടെ പിന്നെ ഒരു ഈർക്കിളിയൊക്കെ അല്ലെങ്കിൽ നൂലൊക്കെ ചെയ്യാറ്. ഇൻഷാ അല്ലാഹ് ഏതായിരുന്നാലും ചോദ്യത്തിലേക്ക് പോവാം. പിന്നെ ചോദ്യം ഉസ്താദേ, ഇപ്പൊ ഇവിടെ നമ്മൾ ഈ നെസിന്റെ പുക എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഊതുംകൊള്ളി എന്ന് പറയും, വടക്ക് ഭാഗത്ത്, നമ്മളവിടെയൊക്കെ ചന്ദനത്തിരി എന്ന് പറയും. അതിൽ ഈ കുതിരച്ചാണകം ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് നമ്മള് പിന്നെ റാത്തീബ് ഓതുമ്പോഴും മൗലിദ് ഓതുമ്പോഴും പള്ളിയിലൊക്കെ അദ്ദാദിയിൽ നമ്മളെ കത്തിച്ചു വെക്കാറുണ്ട്. അപ്പൊ അത് എത്രത്തോളം ശരിയാണ്, നല്ലതാണോ എന്നാണ് എന്റെ അഭിപ്രായം. ചില ആൾക്കാർ അത് നിരുത്സാഹപ്പെടുത്താറുണ്ട്, പള്ളിയിൽ കത്തിച്ചു വെക്കാൻ പാടില്ല, നജസ് കുതിരച്ചാണകം കൂട്ടുന്ന കാരണത്താൽ അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പൊ അതിന്റെ മസാല അതൊന്നും അറിയാൻ വേണ്ടിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കുതിരച്ചാണകം ചേർത്തുകൊണ്ടുള്ള ചന്ദനത്തിരി ഒരു കാര്യം ഉറപ്പാണ്, നജസിന്റെ പുക നജസാണ്. പക്ഷേ ചന്ദനത്തിരി എന്ന് നമ്മൾ പറയുന്ന വടക്കോട്ട് ഒഴുതുവത്തി എന്നാ പറയാ, ഒഴുതുവത്തി. അങ്ങനെ ഒഴുതുവത്തി എന്ന് പറഞ്ഞാലും അഗർബത്തി എന്ന് പറഞ്ഞാലും അല്ല, നമ്മളെ നാട്ടിൽ പറയും പോലെ ഈ ചന്ദനത്തിരി എന്ന് പറഞ്ഞാൽ പേരെന്ത് പറഞ്ഞാലും അത് നജസ് കൂട്ടുന്നുണ്ട് എന്നത് മുഹക്കല്ല, ഉറപ്പില്ല. പലരും വ്യത്യസ്ത രീതികളിൽ കരിപ്പൊടി കൂട്ടുന്നവരുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില കെമിക്കലുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. ചുരുക്കം ചില വില കുറഞ്ഞ അഗർബത്തികളിൽ ഈ കാലിവളവും ചേർക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ ഷാഫി മദ്ഹബിലെ മുഅ്തമദനുസരിച്ച് ഈ കാലിവളം അഥവാ കുതിര അല്ലെങ്കിൽ പശു പോലെയുള്ള അർത്ഥ തിന്നാൻ പറ്റുന്ന ജീവികളുടെ കാഷ്ടം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് കൂട്ടിയിട്ടാണ് ചന്ദനത്തിരി ഉണ്ടാക്കുന്നത് എന്ന് 100% ഉറപ്പാണെങ്കിൽ മുഅ്തമദനുസരിച്ച് നജസാ. എന്നാൽ ഹംബലി മദ്ഹബും ഹനഫി മദ്ഹബും ഉൾപ്പെടെ മാലിക്കി മദ്ഹബും ഷാഫി മദ്ഹബിലെ രണ്ടാം ഖൗലും ഒക്കെ പറഞ്ഞാൽ തിന്നാൻ പറ്റുന്ന ജീവികളുടെ ചാണകം നജസല്ല എന്ന്. അതനുസരിച്ച് കുതിര തിന്നാൻ പറ്റുന്ന ജീവി തന്നെയാണല്ലോ, ഭക്ഷ്യയോഗ്യമാവുന്ന ജീവികളിൽപ്പെട്ടതാണ് കുതിര. ഭക്ഷ്യയോഗ്യമായ ജീവികളുടെ മലം നജസല്ല, മൂത്രവും നജസല്ല എന്ന രണ്ടാം ഖൗലോ ഹംബലി മാലിക്കി മദ്ഹബോ എടുത്താൽ അത് ത്വാഹിറാണ്. ഷാഫി മദ്ഹബിന്റെ മുഅ്തമദ് അനുസരിച്ച് അത് നജസാണ്. പക്ഷേ ഇത് കൂട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വേണം. അത് ഇതുവരെയും ഉറപ്പായിട്ടില്ല. നമ്മളെ ചുള്ളിക്കോട് ഉസ്താദിനോടൊക്കെ ചോദിച്ചു നോക്കിയാൽ അറിയാം. മൂപ്പര അമ്മച്ചാക്കൊക്കെ കാര്യമായിട്ട് മദ്രാസിലെ വ്യവസായം ചന്ദനത്തിരിയുടെ വ്യവസായമാണ്. നിങ്ങളതിൽ ചാണകം കൂട്ടലുണ്ടോ എന്നൊന്ന് ചോദിച്ചു വെക്കാൻ പറയും. അവരൊക്കെ വലിയ വലിയ ഉസ്താദന്മാരല്ലേ. നമ്മളെ ചുള്ളിക്കോട് ഉസ്താദേ, മർക്കസിലെ കുല്ലിയന്റെ പ്രിൻസിപ്പളായ ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദിനോട് ചോദിച്ചു നോക്കിയാലേറെ മൂപ്പർക്കാ പണിയില്ല കേട്ടോ. എന്നാലും അവനാന്റെ പെണ്ണുങ്ങളെ പെരയിൽ അങ്ങനെ പരിപാടി ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ചറിയല്ലോ. ഉറപ്പ് ഏതായാലും ആ വിഷയത്തിലില്ല. ഉറപ്പുണ്ടെങ്കിൽ തന്നെ കുതിര, പശു, എരുമ, കാള പോലെയുടെ കാഷ്ടവും മൂത്രവും ത്വാഹിറാണെന്ന കൗലെടുക്കുകയാണെങ്കിൽ നജസെന്നുള്ളവര് ഇനി നജസാണെന്നുള്ള മുഅ്തമദ് എടുത്താൽ കുറഞ്ഞതിനെ തൊട്ട് അഫ്വ് ചെയ്യപ്പെടും. അപ്പൊ പള്ളി അല്ലാത്ത സ്ഥലത്തൊക്കെ ആവാം. പള്ളിയിൽ നജസാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത്. ഒരു ചോദ്യം കൂടി ഞാൻ ബാങ്ക് കൊടുക്കാൻ പോകാൻ, ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇവിടെ വന്നൊരു ചോദ്യം, മറഞ്ഞ മയ്യത്ത് നിസ്കാരം എത്ര മാസം വരെ നിസ്കരിക്കാം എന്നൊരു ചോദ്യം നമ്മൾക്ക് കൂട്ടും. മറഞ്ഞ മയ്യത്തിന്റെ മേലുള്ള നിസ്കാരം അല്ലെങ്കിൽ ഖബറിങ്ങലുള്ള നിസ്കാരം രണ്ടും ഒരു നോക്കുമോ? രണ്ട് രീതിയിൽ പറ്റും. ഒന്ന് മറഞ്ഞ മയ്യത്ത് എന്നുള്ള ഒരു നിസ്കാരം ഉണ്ട്. രണ്ടാമത്തേത് മരിച്ച മയ്യത്ത് മറമാടിയതിനു ശേഷം ആ ഖബറിങ്ങ് പോയി നിസ്കരിക്കാം. രണ്ടും ഒരു നോക്കുമോ? അതിന്റെ വിധി
ഇത്ര മാസം വരെയെന്നോ ഇത്ര കൊല്ലം വരെയെന്നോ കണക്കതിനില്ല. മറിച്ച് ഈ മനുഷ്യൻ മരണപ്പെട്ട സമയത്ത് നിസ്കരിച്ചാൽ ഫർള് വീടുന്ന, നിസ്കരിക്കാൻ പറ്റുന്ന ആളുകളായിരിക്കണം എന്നത് മാത്രമാണ്. ഉദാഹരണം പറഞ്ഞാല്, ഒരാള് മരിച്ചപ്പോ അയാൾക്കൊരു മകനുണ്ടായിരുന്നു. ആ മകന് 5 വയസ്സോ 6 വയസ്സോ ആയിട്ടുള്ളൂ. ഈ കുട്ടിക്ക് പിന്നെ പ്രായപൂർത്തി എത്തിയതിനു ശേഷം വിചാരിച്ചു, ഞാൻ എന്റെ ബാപ്പാന്റെ പേരിൽ മയ്യത്ത് നിസ്കരിച്ചിട്ടില്ലല്ലോ, എന്നാ ഞാൻ ബാപ്പാന്റെ ഖബറിങ്ങ പോയിട്ടൊന്ന് നിസ്കരിക്കട്ടെ എന്ന് വെച്ചാൽ പറ്റൂല. കാരണം ഈ 5 വയസ്സായ കുട്ടി നിസ്കരിച്ചാൽ ഫർദ് വീടൂലല്ലോ, കുട്ടിന്റെ നിസ്കാരം സയ്യാവൂലല്ലോ, അല്ലെങ്കിൽ നിസ്കാരം ഉജൂബുള്ള ആളല്ലല്ലോ. അതുപോലെ തന്നെ ഒരു പെണ്ണ് വിചാരിക്കുകയാണ്, വല്യാപ്പ മരിച്ചു, അന്ന് ഹൈളയിനി അല്ലെങ്കിൽ നിഫാസയിനി, അന്ന് ഏതായാലും നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. ഹൈളും നിഫാസും ഒക്കെ കഴിഞ്ഞ് ശുദ്ധിയായിട്ട് മരിച്ച വല്യാപ്പാന്റെ പേരിൽ മറിഞ്ഞ മയ്യത്ത് എന്നുള്ള ആൾക്ക് നിസ്കരിക്കുക, അല്ലെങ്കിൽ ഖബറിങ്ങ പോയിട്ട് നിസ്കരിക്കുക, അത് പറ്റൂല. കാരണം എന്താ, ഈ ആള് മരിക്കുന്ന സമയത്ത് ഓക്ക് നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇങ്ങനെയുള്ളവരല്ലാത്ത ഒരാൾക്ക് പ്രായപൂർത്തിയെത്തിയ ഹൈള് നിഫാസ് എന്ന അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയുള്ളൊരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ഈ വ്യക്തി മരിക്കുന്ന സമയത്ത് ഈ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് ഹൈള് നിഫാസ് എന്നീ അശുദ്ധിയില്ല, പ്രായപൂർത്തി എത്തിയിട്ടുമുണ്ട്. അങ്ങനെയുള്ള ആൾക്ക് എപ്പോൾ വേണമെങ്കിലും വായിബായ മയ്യത്തിന്റെ മേൽ നിസ്കരിക്കാം, അതുപോലെ തന്നെ ഖബറുകളും നിസ്കരിക്കാം. അത് കൊല്ലത്തിന്റെ കണക്കല്ല, മനസ്സിലായില്ലേ? അതേ സമയത്ത് മരിച്ചതിന്റെ പിറ്റേന്ന് തന്നെയാണെങ്കിലും മരിച്ചെന്ന ഹൈളുള്ള പെണ്ണാണ്, മജ്ജത്തല്ലോ ഈ നിസ്കരിക്കുന്ന ആള്, അന്ന് ഹൈളയിനി, അപ്പൊ അന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. എന്നാ പിറ്റേന്ന് ഏതാനും ബാപ്പാൻ മരിച്ചപ്പോ നിസ്കരിക്കാൻ കഴിഞ്ഞില്ല, ബാപ്പാക്ക് വേണ്ടിട്ട് നിസ്കരിക്കാൻ പിറ്റേന്ന് ഹൈള് കുളിച്ച് ശുദ്ധിയായതിനു ശേഷം ബാപ്പാന്റെ പേരിൽ വായിബായ മയ്യത്ത് നിസ്കരിക്കാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഖബറിങ് പോയി നിസ്കരിക്കാന്ന് വെച്ചാൽ പറ്റൂല. കാരണം എന്താ, മരിച്ച സമയത്ത് നിസ്കരിക്കാൻ പറ്റാത്ത ആളാണ്. അപ്പൊ മരണസമയത്ത് നിസ്കാരം ഫർളുള്ള ആളുകളിൽ പെട്ട നിസ്കാരം സഹീഹാവുന്ന ആളുകളായിരിക്കണം. അവർക്ക് നിസ്കരിക്കാതെ എത്ര കൊല്ലം വരെയും നിസ്കരിക്കാം, മാസം കൊല്ലം ഒന്നും അതിന് കണക്കില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും. ഇപ്പൊ ചോദിച്ചതിനൊരു അനുബന്ധ ചോദ്യം തന്നെയാണ്. മയ്യത്ത് പിന്നെ ഒരാഴ്ചയിൽ നമ്മൾ ഈ ആഴ്ച ലോകത്ത് മരണപ്പെട്ട പോയ അർഹരായ മുസ്ലിങ്ങൾക്ക് എന്ന് പറഞ്ഞ മൊത്തത്തിൽ പ്രത്യേകം പേരുകളൊന്നും പരാമർശിക്കാതെ അങ്ങനെ പറഞ്ഞ് നിസ്കരിക്കാൻ പറ്റുമോ? മൊത്തം നമ്മൾ ഓരോ വെള്ളിയാഴ്ചയാണ് നിസ്കരിക്കുക. നിസ്കരിക്കുമ്പോൾ നീയത്ത് ഇങ്ങനെ വെക്കുക, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ച വരെ ലോകത്ത് മരിച്ച അർഹരായ മുസ്ലിങ്ങൾക്ക് നീയത്ത് വെച്ചാൽ നിസ്കരിച്ചാല് പിന്നെ അങ്ങനെ അർഹരായവർക്കൊക്കെ കിട്ടും. അങ്ങനെ നീയത്ത് വെക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോന്നൊന്ന് ഉസ്താദ് പറഞ്ഞത് നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഈ ഒരാഴ്ചക്കുള്ളിൽ അതല്ലെങ്കിൽ ഈ ഒരു കഴിഞ്ഞ ദിവസത്തിൽ ലോകത്ത് മരണപ്പെട്ട മോമിനിയങ്ങളിൽ നിന്ന് മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റുന്ന മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി നിസ്കരിക്കൽ സുന്നത്തുണ്ട് എന്നും, അങ്ങനെ നിസ്കരിച്ചാൽ അത്രയും ആളുകൾക്ക് നിസ്കരിച്ച പ്രതിഫലം കിട്ടും എന്നും ബഹുമാനപ്പെട്ട ഇമാം കല്ലൂബി റഹ്മത്തുള്ളാഹി അലൈഹി മഹല്ലിന്റെ ശറഹിൽ ഹാശിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സുന്നത്താണ്. തന്നെയല്ല, മൂപ്പര് പ്രത്യേകം പറഞ്ഞു, എന്നും മഗ്‌രിബ് നിസ്കരിച്ചതിന് ശേഷം കഴിഞ്ഞ ഈ ഒരു 24 മണിക്കൂറിനുള്ളിൽ ലോകത്ത് മരണപ്പെട്ട മോമിനീങ്ങളിൽ നിന്നും മയ്യിത്ത് നിസ്കരിക്കാൻ അർഹതപ്പെട്ട എല്ലാവർക്കും വേണ്ടി നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി നിസ്കരിക്കൽ മുസ്തഹബാണ്, നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അല്ലാതെ ആളെ പേരോ നാടോ നിർണയിക്കുന്നില്ലെങ്കിൽ മറ്റൊരു നിർണയമാണ് ഈ പറഞ്ഞത്. ഏത്, ഈ ഒരു ദിവസത്തിന്റെ ഉള്ളിൽ, അതല്ലെങ്കിൽ ഈ ഒരാഴ്ചക്കുള്ളിൽ, അതല്ലെങ്കിൽ ഈ ഒരു മാസത്തിനുള്ളിൽ മരണപ്പെട്ട മോമിനീങ്ങളിൽ നിന്നിട്ടും മയ്യിത്ത് നിസ്കരിക്കാൻ അർഹതപ്പെട്ട എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ മോർച്ചറി കിടക്കുന്നവരുണ്ടാവും, മയ്യത്ത് കുളിപ്പിക്കാൻ കിട്ടാത്തവരുണ്ടാവും, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അവർക്കൊന്നും നിസ്കരിക്കാൻ പറ്റൂല. അപ്പൊ അതാ നിസ്കരിക്കാൻ പറ്റുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി വന്നാൽ തയ്യീൻ പെടും. അത് തയ്യീന്റെ രൂപങ്ങളിൽപ്പെട്ട ഒരു രൂപമാണ്. നമ്മൾ ഇമാം നിസ്കരിക്കുന്ന മയ്യത്തിന്റെ മേൽ നിസ്കരിക്കുന്നു എന്ന് അറിയില്ലേ എന്നതുപോലെ ഒരു തയ്യീനാണ് ഈ ഒരു 24 മണിക്കൂറിനുള്ളിൽ മരണപ്പെട്ട ആളുകളിൽ നിന്നും
അല്ലെങ്കിൽ ഈ ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ മരണപ്പെട്ട മോമിനിയങ്ങളിൽ നിന്നും മയ്യിത്ത് നിസ്കരിക്കാൻ അർഹതപ്പെട്ട എല്ലാവർക്കും വേണ്ടി നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി നിസ്കരിക്കാം. അത് സഹിയാണെന്ന് മാത്രമല്ല അത് മുസ്തഹബാണ്, എന്നും വേണമെങ്കിൽ അങ്ങനെ ചെയ്യൽ നല്ലതാണ് എന്ന് ഇമാം ഖല്ലൂബി തന്റെ ഈ മഹല്ലിന്റെ ആശയെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കാൻ പറ്റണമെന്നുണ്ടോ? ഹലോ ഹലോ ഉസ്താദിനോട് ചോദിക്കാനുള്ളത്, അതായത് എൻ്റെ ഇക്കാക്ക് ഓഫീസിൽ നിന്ന് ജോലി കിട്ടിയപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് ഫ്ലാറ്റും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു കാറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇക്കാക്ക് ഓൾറെഡി ഒരു കാറുണ്ട്. അപ്പൊ കമ്പനി അദ്ദേഹത്തിന് എൻ്റെ ഇക്കാക്ക് കൊടുത്ത കാറ് പുള്ളി എനിക്ക് തന്നിട്ട്, കാരണം എൻ്റെ വണ്ടി വർക്ക്ഷോപ്പിലായിരിക്കുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് ആ കാർ ഉപയോഗിച്ചോളാൻ പറയാറുണ്ട്. പക്ഷെ അത് അനുവദനീയമാണോ? അതായത് അദ്ദേഹത്തിന് കമ്പനി പുള്ളിയുടെ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കാൻ കൊടുത്തേക്കുന്നതാണ്, അത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അത് അനുവദനീയമാണോ എന്നൊന്ന് ഉസ്താദ് പറഞ്ഞു തന്നെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വളരെ സൂക്ഷിക്കേണ്ട ഒരു മസലയാണ്. ജ്യേഷ്ഠന് കമ്പനി പേഴ്സണൽ ആവശ്യത്തിനും കമ്പനി ആവശ്യത്തിനും വേണ്ടി ഉപയോഗിക്കാൻ അനുവദിച്ച വണ്ടി അദ്ദേഹത്തിന്റെ അടുക്കൽ സ്വന്തം വണ്ടി ഉണ്ട് എന്നതിന്റെ പേരിൽ സഹോദരന് കൊടുക്കണമെങ്കിൽ കമ്പനിയുടെ അറിവും അനുവാദവും ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ കൊടുക്കലും അത് വാങ്ങി ഉപയോഗപ്പെടുത്തലും ഹലാലാവുകയുള്ളൂ. സൂക്ഷ്മതയുടെ മാർഗം, അദ്ദേഹം അത് ഉപയോഗപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിന് സ്വന്തമുള്ള കാർ നിങ്ങൾക്ക് തരികയാണെങ്കിൽ അതാണല്ലോ നല്ല മാർഗം. അല്ല, മറിച്ച് ചെയ്യണമെങ്കിൽ കമ്പനിയുടെ അറിവും അനുവാദവും ഉണ്ടായിരിക്കണം. അല്ലാതെ നമ്മൾ സ്വന്തം വെച്ച് ഖിയാസാക്കാൻ പാടില്ല. കാരണം എനിക്ക് ഉപയോഗിക്കാൻ പറഞ്ഞാണല്ലോ, എനിക്ക് എന്റെ കാർ ഉണ്ടാവുകൊണ്ട് ഞാൻ എന്റെ ജ്യേഷ്ഠന് കൊടുക്കട്ടെ അല്ലെങ്കിൽ അനുജന് കൊടുക്കട്ടെ എന്ന് വെക്കുന്നത് അത് സ്വന്തം ഖിയാസ. അത് ശരിയല്ല. മറിച്ച് എന്തു വേണം? ഒരു പക്ഷേ നല്ല മാർഗം ആ വണ്ടി അദ്ദേഹം ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന്റെ വണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ തരിക. എന്നാൽ നിങ്ങളെ സഹായിച്ചതിന്റെ പ്രതിഫലം അയാൾക്ക് കിട്ടും, അയാൾ ഹലാലായ രീതിയിൽ കമ്പനിയുടെ വാഹനം ഉപയോഗിക്കുകയും ചെയ്യാം. അതല്ല, അദ്ദേഹത്തിന്റെ വണ്ടി തന്നെ ഉപയോഗിക്കലാണ് ഇഷ്ടം, എന്നാൽ കമ്പനി തന്നത് മറ്റൊരാൾക്ക് തന്റെ സഹോദരന് തന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി അനുവദിക്കുന്നതിൽ തെറ്റില്ല എന്ന് കമ്പനിയുടെ മസ്ഊലിൽ നിന്നിട്ടും വ്യക്തമായ അറിവുണ്ടെങ്കിലേ പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് തെറ്റാവും, ഹറാമാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദ്, എന്റെ സംശയം, ഇപ്പോ ഇമാമിന്റെ ഒപ്പം നിസ്കരിക്കുമ്പോൾ ഇമാമ് സുജൂദിലും റുക്കൂയിലൊക്കെ നീണ്ടു നിൽക്കുമ്പോൾ നമുക്ക് 3 പ്രാവശ്യത്തിലേറെ സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എന്നുള്ളത് കുറച്ച് സ്പീഡിലൂടെയും ചെല്ലുമ്പോൾ കുറെ വട്ടായി പോകുന്നുണ്ട്. അതുകൊണ്ട് തെറ്റുണ്ടോ? കൽപ്പിച്ചതിന്റെ അപ്പുറം ചെയ്യലാവുമോ എന്നുള്ളത് സംശയമാണ്. പിന്നെ വേറെ ചെറിയ സംശയം, ഒപ്പം നേരത്തെ ശുദ്ധിയില്ലാത്തവർക്ക് മരിക്കുന്ന സമയത്ത് ശുദ്ധിയില്ലാത്തവർക്ക് എന്ന് പറഞ്ഞാൽ ജനാബത്തും അതിൽ പെടുമോ എന്നുള്ളൊരു സംശയം ഇവിടെ ഉണ്ട്. ചെറിയ സംശയമാണ്. വസ്യത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തേ പറഞ്ഞ് 2 സ്ഥലം അറിഞ്ഞല്ലോ. വലിയ ശുദ്ധി എന്ന് പറഞ്ഞ ഹൈദ് നിഫാസ് മാത്രമേ പെടുള്ളൂ, ജനാബത്ത് അതിൽ പെടൂല. കാരണം എന്താ വെച്ചാൽ ജനാബത്ത് ശുദ്ധിയാക്കി നിസ്കരിക്കാം. വുദു ഇല്ലാത്ത മസല തന്നെ ഉള്ളൂ. വുദു ഇല്ലാത്തവര് വുദു എടുത്ത് നിസ്കരിക്കാം എന്നതുപോലെ ജനാബത്തുള്ളവർക്ക് കുളിച്ച് നിസ്കരിക്കാം. അതേസമയത്ത് ഹൈദ് നിഫാസും അങ്ങനെയല്ല, ശുദ്ധി ആക്കാൻ കഴിയില്ലല്ലോ. ഹൈദ് നിഫാസും ശുദ്ധി ആക്കാൻ കഴിയില്ലല്ലോ, സ്വന്തം ശുദ്ധി ആവണ്ടേ. അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്ത് ഒരാൾ വാപ്പ മരിച്ചു, അല്ലെങ്കിൽ ഉമ്മ മരിച്ചു, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു, ആ സമയത്ത് ഈ സ്ത്രീക്ക് ഹൈദ് ഉണ്ടായിരുന്നു, എന്നാൽ ആ മയ്യത്ത് നിസ്കരിക്കാൻ അവർക്ക് പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ശുദ്ധി ഇല്ല. അതേസമയത്ത് ജനാബത്തുണ്ട്, അതിന് കുഴപ്പമില്ല, കുളിച്ച് നിസ്കരിക്കാം. ആ വുദു നോക്കും തന്നെ. ആദ്യം ചോദിച്ചാൽ എന്തേ, അത് ഞാൻ മറന്നല്ലോ. എനിക്ക് നിങ്ങളാ വിചാരിച്ചേക്കല്ല, ഞാൻ ഭയങ്കര മറവിക്കാരനാ. ഒന്നൊക്കെ ശ്രദ്ധിച്ചാൽ പിന്നെ ഒന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ആ തസ്ബീഹ് സുബ്ഹാന റബ്ബിയൽ അസീം, റുകൂഇല് സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി എന്നത്
ഏറ്റവും ചുരുങ്ങിയത് 3 വട്ടം എന്നാ. അവിടുന്ന് 5 ആക്ക, 7 ആക്ക, 9 ആക്ക, 11 വരെയാണ് സുന്നത്ത്. 11 വട്ടം വരെ സുബ്ഹാൻ റബ്ബിയൽ അദീം വബിഹംദിഹി എന്ന് പറയൽ സുന്നത്തുണ്ട്. 11 വട്ടം കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുമ്മ ലക റകഅതു വബിക ആമന്തു വലക അസ്ലംതു ഹശാലക സമ്മിയോ ബസരിയോ മുഖിയോ അളമിയോ അസബി ഷാരിയോ ബഷരിയോ മസ്തഖദത്ത് ബിഹി ഖദമി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതും സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്നും സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്നും ഒക്കെയുള്ള തസ്ബീഹ് എത്ര വട്ടം വേണമെങ്കിലും ആക്കാം. പക്ഷേ ഇമാമായിട്ട് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ 3 അധികരിപ്പിക്കാതിരിക്കൽ സുന്നത്താണ്. മൗമൂമിങ്ങൾക്ക് പ്രയാസം വരും എന്നതുകൊണ്ട് 3 അധികരിപ്പിക്കൽ ഇമാമിനെ സംബന്ധിച്ച് കറാഹത്താണ്. മൗമൂമ ഒറ്റക്ക് നിസ്കരിക്കുന്നവരാണെങ്കിൽ എത്രയാക്കാൻ ചുരുങ്ങിയത് 11 വട്ടം വരെ ചെല്ലുക, എന്നിട്ട് മറ്റു ദിക്റുകൾ ചെല്ലുക, ഒക്കെ സുന്നത്തുമാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും. ഒരാള് ചോദിച്ചൊരു ചോദ്യമാണ്. ഖുർആനിലൊരു വചനമുണ്ട് അറിയണം, നല്ല ആളുകൾക്ക് സ്വാലിഹായ ഭാര്യമാരും. ഇപ്പൊ ഒരാള് ഫാസിക്കാണെങ്കിൽ അവർക്ക് ഫാസിക്കത്തായ പെണ്ണിനോട് കിട്ടാൻ സാധ്യത എന്ന് ഒരു വചനം ഉണ്ടോന്ന് ഒരാൾ അങ്ങനെ ഖുർആനിൽ ഉണ്ടെന്ന്, പിന്നെ ഒരു വചനം ഉണ്ടോന്ന് അദ്ദേഹം ചോദിക്കാൻ വേണ്ടി ഏൽപ്പിച്ചാണ്. ഉസ്താദ് മറുപടി പറഞ്ഞത്. അങ്ങനെയല്ലല്ലോ. സൂറത്തു നൂറിൽ ഒരു ആയത്തുണ്ട്, വത്വയ്യിബാതു ലിത്വയ്യിബീന വത്വയ്യിബൂന ലിത്വയ്യിബാത്ത് അൽ ഖബീസൂന ലിൽ ഖബീസാത്തി വൽ ഖബീസാത്തു ലിൽ ഖബീസീൻ. തർത്തീബ് മറിച്ചാണ്. അപ്പറഞ്ഞതിന് സ്വാലിഹീങ്ങൾക്ക് സ്വാലിഹായ ഭാര്യ, ഫാസിഖീങ്ങൾക്ക് ഫാസിഖായ ഭാര്യ എന്ന് അല്ല ഉദ്ദേശിക്കപ്പെടുന്നത്. മറിച്ചു വരാം. മറിച്ച് അപ്പറഞ്ഞത് നല്ല ആളുകളിൽ നിന്നിട്ട് നല്ല വാക്കുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ചീത്ത ആളുകളിൽ നിന്നിട്ട് ചീത്ത വാക്കുണ്ടാവും. അതാണ് അതിന്റെ സ്വഭാവം. എന്നതുപോലെ നല്ല ഭർത്താക്കന്മാരാണെങ്കിൽ അല്ലാഹു തആല അവർക്ക് നല്ല ഭാര്യമാരെ കൊടുത്തു എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കാത്ത ഒരു പുരുഷന് വ്യഭിചരിക്കുന്ന ഒരു ഭാര്യ ഒരിക്കലും വരില്ല. അതേ സമയത്ത് ഭർത്താവ് വ്യഭിചരിക്കുന്നവളാണെങ്കിൽ പെണ്ണാണെങ്കിൽ ഭാര്യയും വ്യഭിചരിക്കുന്നവരായിരിക്കും എന്നൊക്കെ വിശാലാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് വ്യഭിചരിക്കാത്ത ഒരു പുരുഷന് വ്യഭിചരിക്കുന്ന ഒരു ഭാര്യ വരില്ല എന്നാണ്. അതേ സമയത്ത് സ്വാലിഹായ ഒരു മനുഷ്യന് ഫാസിഖത്തായ ഒരു ഭാര്യ വന്നുകൂടായില്ല. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യമാരിൽപ്പെട്ട ഒരു ഭാര്യ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, ഇവരൊക്കെ മുനാഫിക്കുകളായിരുന്നു എന്നല്ലേ? പച്ചക്കാഫിർ എന്നല്ല, പുറത്ത് ഒരു മോമിനീങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ ഉള്ളിൽ മുനാഫിക്കുകളായിരുന്നു. അപ്പൊ നിഫാഖ് യഥാർത്ഥത്തിൽ കുഫർ തന്നെയാണ്. എന്നാൽ പോലും പ്രത്യക്ഷത്തിൽ മോമിനായി, ഉള്ളിൽ മുനാഫിക്കായ ഭാര്യ ആർക്കുണ്ടായിരുന്നു? നൂഹ് നബി അലൈഹി സ്വലാമിനുണ്ടായിരുന്നു, ലൂത്ത് നബി അലൈഹി സ്വലാമിനുണ്ടായിരുന്നു നിഫാഖുള്ളവർ. അപ്പം അള്ളാഹു നബിയാക്കന്മാരെ കാട്ടിലും വലിയോരുണ്ടോ തന്നെ? അപ്പൊ അവർക്ക് പിന്നെ അങ്ങനത്തെ ആളുകളെ കിട്ടല് സാധാരണ എങ്ങനെയാ കിട്ടുക? എന്നാൽ മുനാഫിക്കായ ഭാര്യ നൂഹ് നബി അലൈഹി സ്വലാമിനും അതുപോലെ തന്നെ ലൂത്ത് നബി അലൈഹി സ്വലാമിനും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം ഭർത്താവ് സ്വാലിഹായി എന്നതുകൊണ്ട് ഭാര്യ സ്വാലിഹായി കൊള്ളണം എന്നില്ല. അതുപോലെ തന്നെ ഭർത്താവ് ഫാസിഖായി എന്നതുകൊണ്ട് ഭാര്യ ഫാസിഖായി കൊള്ളണം എന്നുമില്ല. പക്ഷേ വ്യഭിചാരം അങ്ങനെയല്ല. വ്യഭിചാരം അങ്ങനെയല്ല. അത് പാരമ്പര്യമായി പിന്നീട് ആ തറവാടിത്വത്തിന് തന്നെ ഒരു ഐബായി നിലനിൽക്കും. അതുകൊണ്ട് ഒരിക്കലും തീരെ വ്യഭിചാരവുമായി ബന്ധപ്പെടാതെ തന്റെ പാതിവൃത്യം സംരക്ഷിച്ചു പോരുന്ന ഒരു പെണ്ണിന് അവന്റെ ഭർത്താവും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരിക്കലും മറ്റെന്തൊക്കെ തെറ്റ് ചെയ്താലും വ്യഭിചാരം അതിൽ നിന്നിട്ടുണ്ടാവുകയില്ല. അതുപോലെ തന്നെ വ്യഭിചാരം ചെയ്യുന്ന ഒരു പുരുഷനാണെങ്കിൽ അവന്റെ ഭാര്യയും വ്യഭിചരിച്ചിരിക്കും. അതങ്ങനെയാ വരികയെന്ന്. നിസാഉക്കും എന്ന് പറഞ്ഞിട്ട് ഹദീസ് ഉണ്ട്.
നിങ്ങൾ വ്യഭിചാരാദി നീചകൃത്യങ്ങളിൽ നിന്നിട്ട് വിശുദ്ധരാകൂ, എങ്കിൽ നിങ്ങളുടെ സ്ത്രീകളും അത്തരം ദുഷ്ടചര്യകളിൽ നിന്നിട്ട് വിശുദ്ധരാകും. അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്ക, നമ്മള് ഇവിടെ പാടുള്ളവർക്കൊക്കെ വ്യഭിചരിക്കും. നാട്ടിൽ ചെന്ന് നോക്കുമ്പോ ഭാര്യ ഗർഭിണിയാ, അപ്പൊ ഭയങ്കര കേസാക്കി. ഞാൻ പോയിട്ട് 2 കൊല്ലായി, എന്നിട്ട് പിന്നെ എങ്ങനെ ഓക്ക് ഗർഭം ഉണ്ടായത്? ഓള് വ്യഭിചരിച്ചതാണ്, അതുകൊണ്ട് ഞാൻ 3 ചൊല്ലി എന്നൊന്നും പറയാൻ നിൽക്കണ്ട. ഓള് പെണ്ണായതുകൊണ്ട് ഗർഭം ധരിച്ചു, നിങ്ങൾ ആണായതുകൊണ്ട് ഗർഭം ധരിച്ചിട്ട് ഞാനേ ഉള്ളൂ. നിങ്ങൾ വ്യഭിചരിച്ചിട്ട് ഓളും വ്യഭിചരിക്കൂല, അത്രയും വരാം. അത് വ്യാപകാർത്ഥത്തിൽ അൽ ഖബീസൂന ലിൽ ഖബീസാത്തി വൽ ഖബീസാത്തു ലിൽ ഖബീസീൻ ത്വയ്യിബൂന ലിത്വയ്യിബാത്തി വത്വയ്യിബൂന ലിത്വയ്യിബാത്തി എന്ന സൂറത്ത് നൂറിലൂടെ ആയത്തിന്റെ വ്യാപകാർത്ഥത്തിൽ മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. ഉസ്താദ്, എനിക്ക് അറിയാനുള്ള നമ്മുടെ ആദർശമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അതായത് ഇപ്പോൾ ഓഫീസിൽ ഇസ്ലാമിന്റെ പേരിൽ തന്നെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് പുള്ളി. അപ്പോൾ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാട്ടിൽ കുത്തുകേസിൽ അല്ലെങ്കിൽ തല്ലുകേസിലൊക്കെ അതിന്റെ പാർട്ടിക്കാർ പെടാറുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞത്, അവൻ അതിന് ന്യായീകരണമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാമിനെതിരെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അപമാനിച്ചവരെക്കെതിരെ പ്രതികരിക്കണമെന്ന് ഖുർആനിലും ഹദീസിലും ഒക്കെ ഉണ്ട്, പല സംഭവങ്ങളുണ്ടെന്നാണ് അവൻ പറയണത്. എനിക്കപ്പോൾ അതിന്റെ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥ അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞത്, ഇപ്പം നാട്ടില് കേസും കോടതിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് നമ്മളെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ നാട്ടിലെ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് തന്നെ പോകണം എന്നാണ് ഞാനിപ്പോൾ പേരുസ്താദിന്റെ പ്രസംഗത്തിൽ നിന്നൊക്കെ ഞാൻ കേട്ടേക്കുന്നത്. അപ്പൊ എനിക്ക് ഉസ്താദ് ഒന്ന് വിശദമാക്കി തരേണ്ടത്, ഏതവസ്ഥയിലാണ് മുസ്ലിം സമൂഹത്തിന് അവര് ജീവിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ ഗവൺമെന്റിനെതിരെ അവർക്ക് ഒരു സംഘമായിട്ട് യുദ്ധം ചെയ്യണമെങ്കിലോ എന്താണ്, ഏതവസ്ഥയിലാണ് ഒരു മുസ്ലിം സമൂഹത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റുക? ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന യുദ്ധത്തിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം കൊടുത്തിട്ടാണ് നടത്തിയത്. അപ്പോ നമ്മുടെ നാട്ടിൽ ഇനി അങ്ങനെ, അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് അവിടുത്തെ ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ ആരാണ് അതിന് ആഹ്വാനം കൊടുക്കേണ്ടത് എന്നൊന്ന് ചെറിയ രൂപത്തിലൊന്ന് ഉസ്താദ് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വിശദമായി പറയേണ്ട ഒരു വിഷയമാണ്, അതിനുള്ള സമയം പരിമിതാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരിൽ ആയുധമെടുത്ത് പടപൊരുതണമെങ്കിൽ ഒന്നാമത് വേണ്ടത് നിയമപരമായി ഒരു മുസ്ലിം രാഷ്ട്രം നിലവിൽ വരികയും അതിന് ഒരു ഭരണാധികാരിയും നിയമപരമായ ഒരു ഭരണകൂടവും നിലവിൽ വരണം. എന്നിട്ട് ആ നിയമപരമായ രാഷ്ട്രത്തലവൻ നിയമപരമായി യുദ്ധം പ്രഖ്യാപിക്കണം. ആ പ്രഖ്യാപിത യുദ്ധത്തിന് ഗവൺമെന്റ് അംഗീകൃത സൈന്യം യുദ്ധം ചെയ്യണം. ഇതാണ് നിയമം. 13 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാ കിറാമുകളും മക്ക ഷരീഫിൽ ജീവിച്ചു. എല്ലാ നിലക്കുള്ള അതിക്രമങ്ങളും കയ്യേറ്റങ്ങളും കൊലപാതകം വരെ മക്ക മുശ്രിക്കുകൾ നടത്തി. ബഹുമാനപ്പെട്ട സുബയ്യ റളിയല്ലാഹു തആല അൻഹ, ബഹുമാനപ്പെട്ട യാസിർ റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയവർ കൊല്ലപ്പെടുക വരെ ചെയ്തു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും പല കയ്യേറ്റങ്ങൾക്കും വിധേയനായി. സ്വഹാബത്ത് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹു പോലെയുള്ള ഈറ്റപ്പുലികളായ സ്വഹാബത്ത് ഉണ്ടായിട്ട് അവരൊക്കെ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ കയ്യേറ്റങ്ങൾക്കും അതിക്രമങ്ങൾക്കും എതിരിൽ ഞങ്ങൾ പ്രതികരിക്കുകയാണ്, അതിന് അനുവാദം തരണമെന്ന് പറഞ്ഞിട്ട് ഈ 13 കൊല്ലവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷമിക്കാൻ പറഞ്ഞു. കാരണം ഖുർആൻ 70 പ്രാവശ്യം ആവർത്തിച്ച് ഖുർആനിൽ ക്ഷമ കൈക്കൊള്ളാൻ പറഞ്ഞു. മദീനയിൽ പോയി. മദീനയിൽ പോയതിനു ശേഷം അവിടെ പരിഷ്കൃത രാഷ്ട്രത്തിന്റെ അടിത്തറയായിക്കൊണ്ട് ഒരു ജനാധിപത്യ
ഇസ്ലാമിക അടിസ്ഥാനത്തിലുള്ള ഒരു ഗവൺമെന്റ് നിലവിൽ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ. അതിൽ ജൂതന്മാർക്ക് ജൂതന്മാരായി ജീവിക്കാനും നസാറാക്കൾക്ക് നസാറാക്കളായി ജീവിക്കാനും മറ്റ് ജനവിഭാഗത്തിന് അവരുടെ മതത്തിലും ആദർശത്തിലും വിശ്വസിക്കാനും അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് മദീന ഒരു രാഷ്ട്രമാണെന്നും അതിന്റെ ഭദ്രതയ്ക്കു വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി ജീവിക്കണമെന്നും മദീനയെ ആരാക്രമിച്ചാലും മതപരമോ ആദർശപരമോ ആയ വൈജാത്യം എല്ലാം മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി മദീന എന്ന് പറയുന്ന രാഷ്ട്രത്തിനെതിരിൽ വരുന്ന ശത്രുവിനെതിരിൽ പൊരുതണമെന്നും നാട്ടിന്റെ പൊതുവിഷയങ്ങളിൽ ഇടപെടുമ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭരണാധികാരി എന്ന നിലക്ക് തന്റെ തീരുമാനം എല്ലാവർക്കും ബാധകമാകുമെന്നുമുള്ള വ്യവസ്ഥ കരാർ ഒപ്പിട്ട് ഒരു രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ഹിജ്റ 2-ാം വർഷത്തിലാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ എന്ന ആയത്തിലൂടെ ശത്രുവിനെ പ്രതിരോധിക്കാൻ യുദ്ധം ചെയ്യാൻ അനുവാദം കൊടുക്കുന്നത്. അതിനുശേഷമാണ് ബദറും ഉഹദും ഖന്തഖും ഹുനൈനും ഉൾപ്പെടെയുള്ള യുദ്ധങ്ങളൊക്കെ വന്നത്. അതിൽ ചിലതിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭരണാധികാരി എന്ന നിലക്ക് നേരിട്ട് നേതൃത്വം കൊടുത്തു. മറ്റ് പലതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയമിച്ച സൈനിക തലവന്മാരുടെ നേതൃത്വത്തിലുള്ള സൈന്യം നേരിട്ടു. നബി തങ്ങൾ നേരിട്ട് പങ്കെടുത്തതിന് ഖസ്വത്ത് എന്നും അവിടുന്ന് സൈനിക തലവന്മാരുടെ നേതൃത്വത്തിൽ സഹാബാക്കളെ മാത്രം അയച്ചതിന് മറ്റേ ശരീഅത്ത് എന്നും പറയും. അങ്ങനെ ഖസ്വത്തും ശരീഅത്തും രണ്ടും രാജ്യഭരണത്തിന്റെ ഭരണാധികാരി നിയമപരമായി പ്രഖ്യാപിച്ച് രാജ്യരക്ഷയ്ക്ക് വേണ്ടി നടത്തുന്ന ദീനിന് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങളാണ്. അതൊരു രാഷ്ട്രത്തിന് ഒരു രാഷ്ട്രത്തലവിന് നിയമപരമായി മാത്രം ചെയ്യാവുന്ന കാര്യങ്ങളാണ്. മറ്റാണെങ്കിൽ മക്കയിൽ വെച്ചിട്ട് കൊലപാതകം വരെ നടത്തിയിട്ട് പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഏതെങ്കിലും കമ്മിറ്റി ഉണ്ടാക്കിയിട്ടോ ഏതെങ്കിലും സംഘടനകൾ രൂപീകരിച്ചിട്ടോ നിയമപരമായി നടക്കുന്ന ഒരു രാജ്യത്ത് ഗവൺമെന്റിനെതിരിലോ ആ നാട്ടിലെ ജനങ്ങൾക്കെതിരോ യുദ്ധം പ്രഖ്യാപിക്കാൻ ഇസ്ലാം ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. തെറ്റിദ്ധാരണ മാത്രമാണ്. അത് വിവരമില്ലാത്തതിന്റെ പേരിലുള്ള തെറ്റിദ്ധാരണയാണ്. നിയമപരമായി നേരിടാം. പിന്നെ അതിനെതിരിൽ പ്രതികരിക്കേണ്ടി വരുന്നത് നമ്മൾ വ്യക്തിപരമായി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്ത് ഷഹാദത്ത് ഉച്ചരിക്കാനും മുസ്ലിമായി ജീവിക്കാനും മറ്റുള്ളവരോട് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കാനുമുള്ള അനുവാദം നിഷേധിക്കപ്പെടുന്നവിടെയോ അത്തരം രാജ്യങ്ങളോട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ മുസ്ലിം ഭരണകൂടത്തിന് അധികാരമുണ്ട്. അപ്പോഴും മുസ്ലിം ഭരണകൂടത്തിനേ അധികാരമുള്ളൂ. ഇന്ത്യ പോലെയുള്ള ഒരു അഹദിയായ രാജ്യങ്ങൾ 3 ഒക്കെ വിശദമായി പറയേണ്ട വിഷയമാണ്. ഇതിനൊപ്പം സമയമില്ല. ഇസ്ലാമിക രാജ്യം, ഹർബിയായ രാജ്യം, ദിമ്മിയായ രാജ്യം, അതേസമയത്ത് അഹദിയായ രാജ്യം. ഇസ്ലാമിക രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം ഭരണാധികാരി ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു രാജ്യം ഭരണം നടത്തുമ്പോൾ അത് ഇസ്ലാമിക രാജ്യം. മുസ്ലിങ്ങളായതുകൊണ്ട് പോലെ ഇസ്ലാമിന്റെ പേരിൽ നടത്തുന്ന ഭരണമാണ് മുസ്ലിം രാജ്യവുമാണ്. അങ്ങനെ രണ്ടാമത്തത് ദിമ്മി എന്ന് പറഞ്ഞാല് മുസ്ലിം രാജ്യമല്ല, മുസ്ലിം ഗവൺമെന്റിന് കീഴിൽ അവരുടെ നിയമനയങ്ങളെ അംഗീകരിച്ചുകൊണ്ട് നടക്കുന്ന രാജ്യമാണെങ്കിൽ ദിമ്മി എന്ന് പറയും. അതേസമയത്ത് നിയമപരമായി മുസ്ലിം ഗവൺമെന്റിനെതിരിൽ മുസ്ലിം രാഷ്ട്രത്തിനെതിരിൽ ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിച്ച രാജ്യങ്ങൾക്കാണ് ഹർബി എന്ന് പറയുന്നത്. ഈ ഹർബി രാഷ്ട്രത്തിനോടാണ് മുസ്ലിം രാഷ്ട്രമാണ് യുദ്ധം ചെയ്യേണ്ടത്. ഇന്ത്യ എന്ന് പറയുന്നത് ഹർബിയായ രാജ്യമല്ല, ഇസ്ലാമിക രാജ്യവുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ദിമ്മിയ രാജ്യമാണോ? അതുമല്ല. ദിമ്മിയ രാജ്യമാണെങ്കിൽ മുസ്ലിം രാജ്യത്തിന്റെ ഭരണത്തിന് കീഴായിരിക്കണം, അതല്ല. ഇതൊന്നും അല്ലാത്ത 4ാമത്തെ ഒന്നാണ് അഹദിയായ രാജ്യം എന്ന് പറയും. അഹദിയായ രാജ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും പരസ്പരം സൗഹാർദ്ദത്തിലും ഒത്തൊരുമയിലും ഒരു രാജ്യത്തിന്റെ പൗരന്മാരെന്ന നിലക്ക് ജീവിക്കണമെന്നും രാജ്യത്തിന്റെ പൊതു താല്പര്യങ്ങളിൽ എല്ലാവരും ഒത്തൊരുമിക്കണമെന്നും അതോടുകൂടി ഓരോ ജനവിഭാഗങ്ങൾക്കും അവരുടെ ആശയവും ആദർശവും അനുസരിച്ച് ജീവിക്കാനും മറ്റുള്ളവർക്ക് ശല്യമല്ലാത്ത നിലക്ക് അത് പ്രചരിപ്പിക്കാനും അനുവാദമുള്ള ലോകരാഷ്ട്രങ്ങളിൽ പലയെടുപ്പുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം.
അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തിനെതിരിൽ കയ്യോങ്ങാനോ ആക്രമിക്കാനോ കയ്യേറാനോ പാടില്ല. അത് ഇസ്ലാം നിയമപ്രകാരം തെറ്റാണ്. ഓക്കെ, കൂടുതൽ വിശദമായി പറയേണ്ട വിഷയമാണ്. പക്ഷെ ഇപ്പൊ അതിന്റെ പറ്റുന്ന സമയമല്ലാത്തത് കൊണ്ട് ചുരുക്കി പറഞ്ഞ് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ വകഭേദങ്ങളായിക്കൊണ്ടുള്ള സിമി ആയാലും വേണ്ടിയില്ല, സാക്ഷാൽ മൗദൂദി ആയാലും വേണ്ടിയില്ല, അല്ലാത്ത NDF ആയാലും വേണ്ടിയില്ല, അത് തുടങ്ങിയ ഒരുപാട് അതിന്റെ ഒക്കെ ആശയ സ്രോതസ് യഥാർത്ഥത്തിൽ ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ഇന്ന് മുസ്ലിം രാജ്യങ്ങളൊക്കെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച അത് നമ്മുടെ നാട്ടിൽ ഇന്ത്യ, പാകിസ്ഥാന്, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഭീകര സംഘടനയാണ് യഥാർത്ഥത്തിൽ ഇത്തരം വിവരം കെട്ട ജാഹിലീങ്ങളായ കുറെ ആളുകൾ. ഒന്ന് നിങ്ങൾ പറഞ്ഞു നോക്കി, അതിന്റെ സ്ഥാപകനാവുന്ന ആ മതം തന്നെ, മതമല്ല, രാഷ്ട്രീയ പാർട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവാവുന്ന മൗദൂദി, അബുൽ അല മൗദൂദിക്ക് അറബിയിൽ ഒരു 4 വരി പറയാൻ പോയിട്ട് നേരിട്ട് KK ഉസ്താദ് അനുഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഫൈസൽ അവാർഡ് കിട്ടിയപ്പോ സുലൈമാൻ നദ്വിയാണ് ഇതിന്റെ കാരണം. ഇയാൾ ഉറുദുവിൽ എഴുതിയ കുറെ ബുക്കുകൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്തപ്പോ ഇയാൾ വലിയ പണ്ഡിതനാണെന്ന് സാധുക്കൾ മനസ്സിലാക്കിയിട്ട് ഇയാൾക്ക് ഫൈസൽ അവാർഡ് കൊടുത്തു. ഈ ഫൈസൽ അവാർഡ് സ്വീകരിക്കാൻ വന്നിട്ട് ഒരു ശുക്രൻ അറബിയിൽ പറയാൻ കിട്ടാതെ ഉറുദുവിൽ പറഞ്ഞിട്ട് ഒരു പരിഭാഷകനെ വെച്ചുകൊണ്ട് അറബിയിൽ പറയേണ്ടി വന്ന അത്രയും പടുജാഹിലായ ഒരു കാക്കയാണ് യഥാർത്ഥത്തിൽ ഈ അബുൽ അല മൗദൂദി എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു പടുജാഹിലാവുന്ന ഒരു രാഷ്ട്രീയ ചിന്തകൻ ഇസ്ലാമിനെ ഭീകരമായി ചിത്രീകരിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഭീകരവാദത്തിലൂടെ ഇസ്ലാമിനെ മറ്റുള്ളവരെ മുഴുവനും കൊന്നും തകർത്തും അടിച്ചമർത്തിയും നശിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ നിങ്ങൾ ചിന്തിച്ചു നോക്കി. ബംഗ്ലാദേശിൽ എന്താണ് നടക്കുന്നത്? ഈജിപ്തിൽ എന്താ നടന്നത്? ആയിരക്കണക്കിന് ആളുകളെ അറുകൊല ചെയ്യാനും ബലാത്സംഗം ചെയ്യാനും ആക്രമിക്കാനും മുതിർന്നതിന്റെ പേരിൽ പ്രസിഡന്റുമാർ ഉൾപ്പെടെ തൂക്കിലേറ്റപ്പെട്ടിട്ട് ഇന്ന് എന്താണ് അവർ കാട്ടുന്നത്? റോട്ടിലിറങ്ങി തെരുവിൽ നിന്ന് നിരപരാധികളെ അറുകൊല ചെയ്യുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ തലതിരിഞ്ഞ ഭീകരവാദത്തിന്റെ വിവിധ രൂപങ്ങളും മുഖങ്ങളുമാണ് നിങ്ങൾ പറഞ്ഞ NDF ആയാലും വേണ്ടിയില്ല, വേറെന്തോ ഒരു പീപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു പാർട്ടി ഉണ്ട്, രാഷ്ട്രീയം ഒരു പുറത്തു പറയാം, അതായാലും സിമി ആയാലും ഒക്കെ ഈ ജമാഅത്തെ ഇസ്ലാമിന്റെ തലതിരിഞ്ഞ അനിസ്ലാമികമായ വിവരക്കേടിൽ നിന്നിട്ട് ഉടലെടുത്ത പ്രസ്ഥാനത്തിന്റെ സ്ഫുരണങ്ങളാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവും അതിനില്ല. അത് ഇസ്ലാമിന്റെ വൃത്തത്തിന്റെ പുറത്തുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാണ്. അതിന് ഇസ്ലാമിനോട് യാതൊരു ബന്ധമില്ല. അങ്ങനെ സ്ഥാപിച്ച സ്ഥാപക നേതാവിന് ലക്ഷങ്ങൾ വരുന്ന ഫൈസൽ അവാർഡ് കിട്ടിയപ്പോ ഒരു ശുക്രൻ അറബി പറയാൻ കിട്ടാത്ത മനുഷ്യനാണ്. ഇനി വേണ്ട, ഞാൻ ഒരു അനുഭവം കൂടി പറയാം, സമയമില്ലെങ്കിലും. ബഹുമാനപ്പെട്ട KK ഉസ്താദ്, ഞങ്ങളുടെ ഉസ്താദായിരുന്നു ജാമിയയില്. KK ഉസ്താദ് ഒരിക്കൽ ഹജ്ജിന് വന്ന സമയത്ത് ഈ അബുൽ അല മൗദൂദി ഹജ്ജിന് വന്നിട്ടുണ്ട്. അപ്പോ അബുൽ അല മൗദൂദിയെ നേരിൽ കണ്ട് അയാളുടെ ഈ പിഴച്ച ആശയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യണം എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് എനിക്ക് മൗലാനയെ ഒന്ന് കണ്ട് സംസാരിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ചെന്നു. ഹോട്ടലിൽ ചെന്ന് കണ്ടപ്പോ ബഹുമാനപ്പെട്ട KK ഉസ്താദ് പറഞ്ഞു, ഇത് KK ഉസ്താദ് നേരിട്ട് ഞങ്ങളോട് പറഞ്ഞതാണ്, മുത്തസിലായ സനദ. KK ഉസ്താദിന് എനിക്ക് നിങ്ങളെ കുറെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി ചില കാര്യങ്ങളൊക്കെ നിങ്ങളുമായി നേരിൽ സംസാരിക്കാനുണ്ട് എന്ന് അറബിയിൽ ബഹുമാനപ്പെട്ട KK ഉസ്താദ് പറഞ്ഞപ്പോ തൊട്ടടുത്തുണ്ടായിരുന്ന തന്റെ പരിഭാഷകൻ ദിബാഷി അദ്ദേഹം ഉറുദുവിലേക്ക് അതിനെ തർജ്ജമ ചെയ്തു കൊടുത്തു. ആർക്ക്? മൗദൂദി സാഹിബിന്. അത് കേട്ടപ്പോൾ KK ഉസ്താദ് പറഞ്ഞു, ഓഹോ, നിങ്ങൾക്ക് അറബിയിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ എനിക്ക് നന്നായി ഉറുദു അറിയാൻ അറിയും, ഞാൻ നിങ്ങൾക്കൊരു പണ്ഡിതൻ എന്ന നിലക്ക് അറബി അറിയും എന്നതുകൊണ്ടാണ് ഞാൻ അറബിയിൽ സംസാരിച്ചത്, ഞാൻ ഉറുദുവിൽ സംസാരിക്കാം എന്ന് പറഞ്ഞു. ഉറുദുവിൽ ബഹുമാനപ്പെട്ട KK ഉസ്താദ് പറഞ്ഞു, ഏത്, നിങ്ങള് ഇവിടെ കുറെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്, അതിൽ എനിക്ക് ചില സംശയങ്ങളും വിയോജിപ്പുകളും ഒക്കെ ഉണ്ട്, നിങ്ങളെ കണ്ട് നേരിട്ട് അതുമായിട്ട് സംസാരിക്കുക, പണ്ഡിതന്മാർ തമ്മിൽ സ്റ്റേജിൽ പറയാനല്ലോ ഭംഗി, നേരിട്ട് അത്തരം കാര്യങ്ങളെ സംസാരിക്കണം എന്ന് ഉദ്ദേശിച്ച് വന്നതാണ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരക്കിലാണ്, എനിക്കിപ്പോൾ നിങ്ങളുമായി സംസാരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തടി തപ്പായത്. ഈ സംഭവത്തിൽ
ഞാൻ നിങ്ങളുടെ ഏതാനും പുസ്തകങ്ങൾ വായിച്ച് അതിനെ സംബന്ധിച്ച് നിങ്ങളോട് ചില അഭിപ്രായങ്ങൾ പറയാനുണ്ടെന്ന് വളരെ ലഘുവായ രണ്ട് വാക്ക് അറബിയിൽ പറഞ്ഞിട്ട് അത് മനസ്സിലാക്കാൻ ഉറുദുവിൽ മറ്റൊരാൾ പരിഭാഷപ്പെടുത്തി കൊടുക്കേണ്ടി വന്ന അത്രയും ജാഹിലായ ഒരു മനുഷ്യനാണ് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്ത അതിന്റെ മതസ്ഥാപകൻ. പിന്നെ അതിന്റെ കൊമ്പും ചുള്ളിന്റെ കഥ പറയേണ്ട ആവശ്യമുണ്ടോ? എന്നാൽ ഇന്ന് കിട്ടുന്ന ഒരുപാട് അറബി പുസ്തകങ്ങളുണ്ട് മൗദൂദിന്റെ. ആ പുസ്തകങ്ങളൊക്കെ സുലൈമാൻ നദ്വി എന്ന പേരിൽ നല്ല അറബിയും ഉറുദുവും എഴുതാൻ അറിയുന്ന ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. അയാള് എന്തോ ഇയാളുടെ ആചാരതയിൽ വീണ് മൗദൂദിയായി പോയി. അയാളാണ് ഈ പുസ്തകങ്ങളൊക്കെ അറബിയിലേക്ക് വിവർത്തനം ചെയ്തത്, സുലൈമാൻ നദ്വി. അല്ലാതെ ഇയാൾക്ക് അറബി വായിക്കാനും അറിയില്ല, അറബി എഴുതാനും അറിയില്ല, അറബിയിൽപ്പെട്ട് കിതാബ് അർത്ഥം വെക്കാനും കിട്ടൂല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞു, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ തന്നെ സഹാബത്ത് എന്ത് പറഞ്ഞു, മുൻഗാമികളായ ഇമാമുകൾ എന്ത് പറഞ്ഞു എന്ന് അവരുടെ കിതാബുകൾ നോക്കിയിട്ട് മനസ്സിലാക്കാൻ വിവരമില്ലാത്ത ജാഹിലായതുകൊണ്ട് ഇയാൾ എന്തോ സ്വന്തം കണ്ടുപിടിച്ച് പറഞ്ഞതാ. അത് ആര് അവരെ പിന്തുടർന്നാലും ആ കെ ഉസ്താദ് പറഞ്ഞാൽ ഞാൻ ചളാരിക്കാട്ടിന് സാധനത്ത് വണ്ടി വരികയാണെങ്കിൽ പ്രശ്നമില്ല. അത് കേട്ട പലരും ഞങ്ങൾ ഒന്നിച്ച് പട്ടിക്കാട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒന്നിച്ച് പഠിച്ചാൽ ഒരു 99% ഇപ്പോൾ ഏപ്പിക്കാരാണെങ്കിലും ഒരു ചെറിയൊരു ശതമാനം ആളുകളൊക്കെ ഓല ഗസ്കിക്കാരെ കൂട്ടത്തിലുള്ളവരുണ്ട്. അവരോട് ചോദിച്ചാൽ പറയും കെ ഉസ്താദ് ഇക്കാര്യം പറഞ്ഞതാണ്. ഇപ്പൊ അവർക്ക് ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ മുമ്പ് ഗസ്കിക്കാർക്ക് ജമാഅത്തെ ഇസ്ലാമി ആക്കല്ല, മറിച്ച് ലീഗിന് ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടി ലീഗിനൊരു പാഠം പഠിപ്പിക്കണം എന്ന് ചില സാധുക്കൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അതിനവർ ഇറങ്ങിയാൽ ജമാഅത്തും നന്നാവൂല, എസ് കെക്കാരും നന്നാവൂല, ലീഗും നന്നാവൂല. എല്ലാം കൂടി മൂന്നും കൂടി ഈച്ച വളഞ്ഞേമേൽ ഒട്ടിയേക്ക് ഒന്നരമ്പടിയാകാ ചെയ്യുക. അത് ബുദ്ധിയുള്ളവർ ആ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അത് ചിന്തിച്ചാൽ നന്നായിരിക്കും. അത് നമ്മളിപ്പോഴത്തെ വിഷയമല്ല, ഫിഖിന്റെ സമയമാണ്. ഇപ്പൊ അത് പറയാനേ സമയമുള്ളൂ. മറ്റേ സമയത്ത് അത് ആദർശ ചർച്ചയുടെ സമയത്ത് പറയേണ്ട വിഷയങ്ങളാണ് എന്ന് പറഞ്ഞ് ഞാൻ ഇത്രയും പറഞ്ഞതിനെ കുറച്ച് നീണ്ടുപോയി, ക്ഷമിക്കണം എന്ന് ഉണർത്തി ഞാൻ മൈക്കൂട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കാത്തുനിന്ന് ഞാൻ രണ്ടുപേർക്ക് സമ്മാനം തന്നാട്ടോ, മുമ്പുള്ള ചാടിയതല്ല. ഉസ്താദ് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മളെ ഈ വാഹനങ്ങളിൽ ഇവിടെ പണയം വെക്കുക എന്ന ഒരു ഇതുണ്ടല്ലോ, പണയം വാങ്ങും ഓരോരുത്തർ ഇങ്ങനെ വണ്ടി കൊണ്ട്. പണയം വെക്കുമ്പോ അവരോട് ഒരു ഷർത്ത് വെച്ചിട്ട് നമ്മൾ ആ വണ്ടി ഉപയോഗിക്കും എന്നുള്ള നിലക്ക് അവർക്ക് ക്യാഷ് കൊടുക്കാവോ എന്നുള്ളതാണ്. ഇപ്പൊ സാധാരണ പണയം വെക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, അത് അവിടെ അമാനത്തായി വെക്കണമെന്നാണല്ലോ. പക്ഷെ നമ്മള് വണ്ടി തരുന്ന സമയത്ത് വണ്ടി ഞാൻ ഉപയോഗിക്കും, അതിന് ഒരു ഷർത്തുള്ള രൂപത്തിൽ വണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? നമ്മള് അവർ പൈസ ആവശ്യപ്പെടുന്ന നേരം പൈസ തിരിച്ചു കൊടുക്കുന്ന നേരം തിരിച്ചു കിട്ടുമ്പോൾ നമുക്ക് കാറ് തിരിച്ചു കൊടുക്കുകയും ചെയ്യാം എന്നുള്ള രൂപത്തിൽ പണയമായിട്ട് കാറ് വാങ്ങി ഉപയോഗിക്കാവോ എന്നുള്ളൊരു സംശയമാണ്. മൈക്ക് വെച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അത് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഉറപ്പല്ലേ? പാടില്ല, ഷർത്ത് വെച്ചാണ്ട് പാടില്ല എന്നുള്ള ഉറപ്പന്നെ. ഷർത്ത് വെക്കാതെ വാഹന പണയം വെച്ചു, സംഖ്യ കടം വാങ്ങി, എന്നിട്ട് ഇയാള് ഈ ഉടമക്കാരൻ സൗജന്യമായിട്ട് പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുന്നത് എനിക്ക് സന്തോഷമാണ്, സമ്മതമാണ് എന്ന് അയാൾ സൗജന്യമായിട്ട് പറയുകയാണെങ്കിൽ അത് ഉപയോഗിക്കുന്നത് വേറെ വിഷയം. അതേ സമയത്ത് ഞാൻ ഈ കാശ് നിങ്ങൾ തരുന്നത് വരെ ഉപയോഗിക്കും എന്ന ഷർത്തോട് കൂടിയാവുമ്പോൾ അത് ശുദ്ധ പലിശയും ഹറാമുമായി മാറും. അത് പാടില്ല. മനസ്സിലായില്ലേ? ചിലപ്പോ പല വിളവന്മാരും വാടക എടുക്കാൻ നാട്ടിൽ ഒരു മാസമൊക്കെ ഉണ്ടാവുള്ളൂ നിൽക്കാൻ. ഈ ഒരു മാസം നാട്ടിൽ നിൽക്കാൻ പോകുമ്പോ അതിനായിട്ട് വണ്ടി എടുത്താൽ മുതലാവൂല. എന്നാ കുറച്ച് ബുദ്ധിയുള്ള ആളുകൾ എന്താക്കും, വാടകയ്ക്ക് എടുക്കും. ഒരു മാസത്തിന് വാടകയ്ക്ക് എടുത്താൽ മതി, അത് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ചില ആളുകൾ എന്താക്കും, ഒരു 10,000 റുപ്യ കടം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 25,000 റുപ്യ കടം കൊടുക്കുക. ഒരു മാസം അല്ലെങ്കിൽ 2 മാസം ഞാൻ വണ്ടി ഉപയോഗിക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി തിരിച്ചു വരും, അപ്പൊ എന്റെ പൈസ തരണം എന്ന വ്യവസ്ഥയിൽ. അത് ശുദ്ധ പലിശ തന്നെ. കുല്ലു ഖർറിൻ ജറ മൻഫഅതൻ വഹുവ റിബ. ഒരു കടം കൊടുത്ത് ആ കടം മുഖേന ഈടാക്കുന്ന ഉപകാരങ്ങൾ അത് പലിശയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇടപാടിൽ വ്യവസ്ഥ വെച്ചുകൊണ്ട് ഉപയോഗിക്കും എന്ന വ്യവസ്ഥയോട് കൂടി ചെയ്യുമ്പോൾ
ഈ ഇടപാട് ഹറാമാവും എന്ന് മാത്രമല്ല, കൊടുത്ത കടത്തിന് വേണ്ടി ഉപയോഗം ഷർത്ത് വെച്ചുകൊണ്ട് ചെയ്യുന്ന ഇടപാട് പലിശയാവും. അത് കടുത്ത ഹറാമാ. എന്നാൽ അത് വെക്കാതെ ഒരാൾ എന്താക്കി, ഒരു സംഖ്യ ഒരാൾക്ക് കടം കൊടുത്തു, സംഖ്യ വലിയ സംഖ്യ ഉണ്ട്, അപ്പോ അതിനൊരു ഈട് എന്ന നിലക്ക് പണയം വാങ്ങി. പണയം വാങ്ങിയപ്പോ മറ്റോൻ പറഞ്ഞു, ഇത് വണ്ടിന്റെ ഉടമക്കാരൻ പറഞ്ഞ് നിങ്ങളെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് എനിക്ക് വിരോധമില്ല, നിങ്ങൾക്ക് സന്തോഷാണ് എന്ന്. അത് അയാളുടെ അവകാശം നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് ഏൽപ്പിച്ചെന്നത്, അത് അനുവദനീയമാണ്. അതേ സമയത്ത് ഇടപാടിൽ ഷർത്ത് വെച്ചുകൊണ്ട് ചെയ്യുന്നത് പലിശയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഉസ്താദെ. അതായത് ഒരാള് ഒരു ബിസിനസ് നടത്തുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു ഉഷാറൊന്നുമില്ലാതെ അയാൾ തട്ടിമുട്ടി കൊണ്ടുപോകുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോൾ മറ്റൊരാളോട് ഇദ്ദേഹം പറഞ്ഞു, ആ ബിസിനസ്സിൽ മാത്രം കൂറുകൂടാൻ വേണ്ടി നീ ഒരു 2 ലക്ഷം ഉറുപ്പ്യോ അല്ലെങ്കിൽ 1 ലക്ഷം ഉറുപ്പ്യോ തരണം, അങ്ങനെ അതിൻ്റെ കച്ചവടത്തിൻ്റെ പകുതി ലാഭത്തിൽ നിന്നെ കൂട്ടുമെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞു, കച്ചവടത്തിന്റെ പകുതി ലാഭമാവുന്ന സമയത്ത് അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വെച്ച് കൊണ്ടുപോകണം. അതുകൊണ്ട് മാസം ഒരു നിശ്ചിത സംഖ്യ നിന്റെ ആ വകയിൽ നിനക്ക് ഞാൻ തരും, 1000 രൂപയോ അല്ലെങ്കിൽ 2000 രൂപയോ വെച്ചുകൊണ്ട് മാസം നിശ്ചിത. എന്നാൽ പിന്നെ കണക്ക് കൂട്ടേണ്ട ആവശ്യം ഒന്നുമില്ലല്ലോ, അല്ലെങ്കിൽ എല്ലാത്തിനും പ്രത്യേകം കണക്ക് വെച്ചിട്ട് അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിന് നീയും ഞാൻ തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇടപാടിൽ പന്തികേടുണ്ടോ എന്നുള്ളതാണ് ഉസ്താദിനോട് ചോദ്യം. പിന്നെ മറ്റൊന്ന്, ചില സുഹൃത്തുക്കൾ PML-ലൂടെ ഒക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. കാരണം ഈ മൗദൂദി ഉസ്താദ് ഇപ്പോൾ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചില സുഹൃത്തുക്കൾക്ക് ഒരു സംശയം, കാരണം മൗദൂദി ഈ ഖുർആൻ പരിഭാഷ മൗദൂദിയുടെ ചെയ്യാൻ വേണ്ടി നമ്മുടെ കുരിയാട് സാഹിബാണെന്നാണ് തോന്നുന്നത്. ലണ്ടനിൽ പങ്കെടുത്തിട്ടുണ്ട് പോയിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് അത്ര അറിവില്ലേ എന്നുള്ള, കാരണം അനീസിനൊക്കെ ചിരി വരുന്നുണ്ട്, അറിവില്ലേ എന്നുള്ളതാണ് ഒരു സംശയം. ഏതായാലും ഇൻഷാ അല്ലാഹ് ഉസ്താദിലേക്ക് മൈക്ക് കൈ പറഞ്ഞു. അസ്സലാമു അലൈക്കും മാർക്കസിലെ ചാട്ടി കൊണ്ടായി വലിച്ചറി കൂരിയാറിനെ പറ്റി പറയണ കായികളെ. ഇപ്പൊ ആദർശ ചർച്ചയുടെ സമയമല്ലല്ലോ കല്ലേരിയെ. ഇപ്പൊ നമ്മള് ഫിഖ് പറയുന്ന സമയല്ലേ. പിന്നെ പണ്ട് ഞാൻ എന്നോട് ആ വിഷയം പറയിപ്പിക്കാതിരിക്കലായിരിക്കും ഭംഗി. കാരണം എന്താന്ന് വെച്ചാല് ഇങ്ങനെയുള്ള ചില ഞരമ്പ് രോഗികളും ഉണ്ടല്ലോ കേൾക്കാതിരിക്കുന്ന കൂട്ടത്തില്. അപ്പൊ ആ ഞരമ്പ് രോഗികൾക്ക് അത് ബുദ്ധിമുട്ടാവും. മനുഷ്യന്മാര് പലരും പല കോലത്തിലാണ്. ഒരു ഞരമ്പ് രോഗിയാണ് ഇപ്പൊ ആ ചീറ്റിയത്. ഞാൻ വ്യക്തിപരമായി ഒരാളെ പറ്റിയും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അയാൾ അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ നമ്മൾ ഒന്നും പറയാതെക്കാനും പറ്റൂലല്ലോ. ഈ മനുഷ്യൻ ഇയാള് പറഞ്ഞ ആ മനുഷ്യൻ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ മഹാനായ ശംസുൽ ഉലമ ഉൾപ്പെടെയുള്ള മഹാന്മാരുടെ അടുക്കെ ഓതുന്ന കാലത്ത് തന്നെ പഠിക്കുന്നത് പട്ടിക്കാട്ടായിരുന്നെങ്കിലും ജമാഅത്തെ ഇസ്ലാമിന്റെ പുസ്തകമായിരുന്നു അന്ന് തന്നെ അദ്ദേഹം വായിച്ചിരുന്നത്. അവിടെ നിന്ന് പാസ്സായതിനു ശേഷം ഇയാള് നദ്വി സാഹിബിന്റെ ലക്നൌവിലെ കോളേജിലേക്ക് പോയിട്ട് ഇയാള് ശുദ്ധ മൗദൂദിയായി വരും. അങ്ങനെ വരുമ്പോ 10ാം ക്ലാസ് വരെ പഠിച്ച ഒരാളാണ്, കുറച്ചൊക്കെ എഴുതും ചെയ്യും. അങ്ങനെയുള്ള ഒരാൾ മൗദൂദിയായി പോയിമ്പം നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. ഒരു ഫൈസി മൗദൂദിയായി പോയി എന്ന് പറയുമല്ലോ എന്ന നിലക്ക് ഇന്ന് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള മുസ്തഫ ഫൈസി ഉൾപ്പെടെയുള്ള ആളുകൾ ഒക്കെ അവിടെ പിടിച്ചിട്ട് ഇയാൾ സുന്നി വിദ്യാർത്ഥി സംഘടനയിൽ കൊണ്ടുവന്ന്, അങ്ങനെ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വേണ്ടി സുന്നി വിദ്യാർത്ഥി സംഘടനയുടെ പുറത്തു നിന്നതുകൊണ്ട് ഇയാൾ പച്ചയിൽ എന്ത് പറഞ്ഞിരുന്നില്ല, മൗദൂദി കൂട്ടത്ത് കൂടിയിരുന്നത്. ഇപ്പോ ഇഖ്വാനികളുടെ ലോക പണ്ഡിത സംഘടന എന്ന പേരിൽ അറിയപ്പെടുന്ന യൂസുഫുൽ ഖർദാവി നേതൃത്വം കൊടുക്കുന്ന മൗദൂദി സംഘടനയുടെ ഒരു മെമ്പറാണ് ഇയാൾ. അത് നിഷേധിക്കാൻ ഈ ഞരമ്പ് രോഗികൾക്ക് സാധിക്കോ? യൂസുഫുൽ ഖർദാവി നേതൃത്വം കൊടുക്കുന്ന
ലോക മൗദൂദി സംഘടനയുടെ ഒരു പണ്ഡിത മെമ്പറാണ് ഈ സാധനം, ഈ പറഞ്ഞ മനുഷ്യൻ. വ്യക്തിപരമായി പറയാൻ ഭംഗിയല്ല, പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ വസ്തുത തുറന്നു പറയണല്ലോ. അപ്പൊ ഇയാൾ പട്ടിക്കാട് പഠിക്കുന്ന കാലത്ത് തന്നെ ജമാഅത്തെ ഇസ്ലാമിന്റെ പുസ്തകം അയാൾ വായിക്കല്. പിന്നെ ഇയാള് ലക്നൌവിൽ പോയി നമ്മളുമായിട്ടുള്ള ബന്ധം പറ്റ വിട്ട് ആള് പറ്റ മൗദൂദിയായി പോകും എന്ന് പേടിച്ചപ്പോ കൂടെ പഠിച്ചിരുന്ന ശരീക്കന്മാരായ ഫൈസിമാരൊക്കെ പാടെ ഇയാളെ സുന്നി വിദ്യാർത്ഥി സംഘടനയിലേക്ക് പിടിച്ചു കൂട്ടിയത്. അപ്പൊ ആ സ്ഥാനമൊക്കെ കിട്ടിയപ്പോ പിന്നെ പറ്റയടക്കര പോയില്ല. പക്ഷെ ഉള്ളിൽ എന്നും അയാൾ ജമാഅത്തെ ഇസ്ലാമിന്റെ അനുഭാവിയാണ്. അതുകൊണ്ട് തന്നെ അയാൾ നേതൃത്വം കൊടുക്കുന്നത് കൊണ്ട് തന്നെ സമസ്തയുടെ കൂരിയാട് സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിന്റെ പ്രതിനിധികൾ വന്നത്. കാരണം ഉള്ളിലൊക്കുന്ന ഇയാൾ ജമാഅത്തെ ഇസ്ലാമിന്റെ സഹയാത്രികനാണ്. അതുകൊണ്ടാണല്ലോ അവര് പുസ്തകം ലണ്ടനിൽ പോയിട്ട് പബ്ലിഷ് ചെയ്യാൻ വേറെ ആരും കിട്ടിയില്ലേ. അപ്പൊ അദ്ദേഹത്തിന് നേരത്തെ മുതാലിമായിരുന്ന കാലം മുതൽക്കേ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുഭാവിയാണ്. പുറത്ത് ഞാൻ മൗദൂദിയാണെന്ന് പറഞ്ഞാൽ ചിലതൊക്കെ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ട് പുറത്തത് പറയുന്നില്ല എന്നുള്ളൂ. ക്രമേണ ആ സംഘടനയെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആലയിൽ കൊണ്ടുപോയി കെട്ട. അത് ദീനിന്റെ പേര് പറഞ്ഞാൽ നടക്കൂല എന്നതുകൊണ്ടാണ് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇന്ന് എസ്കെക്കാരെ ജമാഅത്തെ ഇസ്ലാമിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടാൻ ഇയാളുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവരമില്ലാത്ത, അല്ലെങ്കിൽ ലീഗുകാരൊരു പാഠം പഠിപ്പിക്കണം എന്ന് വിചാരിച്ച് വിവേകമില്ലാത്ത ചില ആളുകൾ ആത്മഹത്യാപരമായ ജമാഅത്തെ ഇസ്ലാമിക്ക് രാഷ്ട്രീയ അഡ്രസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൽപ്പെട്ട സാധാരണക്കാരായ എസ് കുട്ടികളൊന്നും ഇപ്പൊ മൗദൂദികളല്ല, അവരൊക്കെ സുന്നികൾ തന്നെ. പക്ഷെ ഏപ്പിനോടുള്ള വിരോധം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഇതറിയാതെ ഏപ്പിനോടുള്ള വിരോധം എന്നത് ആദർശപരമല്ല, വ്യക്തിപരമാണ്. അതേസമയത്ത് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള വിരോധം ആദർശപരമാണ്. ഇത് മനസ്സിലാക്കാതെ ഏപ്പിനോട് ലീഗ് അനുനയത്തിൽ നീങ്ങുന്നു എന്നതുകൊണ്ട് ലീഗിനെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മൗദൂദികൾക്ക് രാഷ്ട്രീയ അഡ്രസ് ഉണ്ടാക്കി കൊടുത്താൽ ഇസ്ലാമിനെ രാഷ്ട്രീയമായി കുട്ടിച്ചോറാക്കും. ഇന്നിതാ മുസ്ലിം ലോകം, സൗദി അറേബ്യ ഉൾപ്പെടെ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ ഇഖ്വാനുൽ മുസ്ലിമീനും അതിന്റെ ആശയത്തിലുള്ള സംഘടനകളും ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അക്കൂട്ടത്തിൽ ഈ മൗദൂദി സംഘടനകളൊക്കെ പെട്ടു. അത് ദൂരവ്യാപകമായ ഭവിഷ്യത്തിന് ഇടവരും. എസ്കെക്കാര് തന്നെ അവർ സുന്നികളാണ് എന്ന് എനിക്കറിയാം. ഇങ്ങനെയുള്ള ചില ഒറ്റപ്പെട്ട ആളുകൾ ഒഴിച്ചാൽ ബാക്കിയുള്ള എസ്കെക്കാരൊക്കെ സുന്നികളാണ്. പക്ഷെ ഏപ്പിനോടുള്ള ഒരു വിരോധം അവരുടെ തലയിൽ കയറിയത് കൊണ്ട് കൂടുതലായിട്ട് ചിന്തിക്കാനുള്ള വിവേകം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഏപ്പിയോടുള്ള വ്യക്തിവിരോധത്തിന്റെ പേരിൽ ആദർശപരമായി ഇസ്ലാമിന്റെ അടിത്തറ തോണ്ടുന്ന ഭീകര സംഘടനയാവും മൗദൂദിയുമായി ഒട്ടി നിന്നാൽ ഉള്ള ചോറും ചക്കയിലൊട്ടി എന്ന് പറഞ്ഞതുപോലെ പേരിലുള്ള സുന്നി ഇല്ലാതായി പോകും. അത് സൂക്ഷിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ് എന്നേ പറയേണ്ടതുള്ളൂ. കൂടുതൽ ഇപ്പോൾ പറയുന്നില്ല. തന്നെയല്ല, സ്വഭാവം പൊതുവിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ ഞാൻ കുറവാണ്. എനിക്ക് അറിയാത്തത് കൊണ്ടല്ല, ആദർശപരമായ കാര്യങ്ങൾ നന്നായി പറയാൻ എനിക്കറിയാം. ജമാഅത്തെ ഇസ്ലാമിനെ സംബന്ധിച്ച് അവരുടെ പഴയ കാലത്തുള്ള ഏകദേശം എല്ലാ പുസ്തകങ്ങളും വായിച്ച മനുഷ്യനാണ് ഞാൻ. അതുപോലെ തന്നെ മുജാഹിദിന്റെ ഏതാണ്ട് ഒരു വിധം പുസ്തകങ്ങളൊക്കെ പഴയ കാലത്തുള്ളതൊക്കെ വായിച്ച ഞാൻ. പിന്നെ അതിനെപ്പറ്റി നല്ല അറിവുള്ള പണ്ഡിതന്മാർ സംസാരിക്കാനുള്ളത് കൊണ്ട് അവർ പറയട്ടെ എന്നിട്ട് ഞാൻ മാറിക്കലാണ്. നമ്മൾ ഫിഖ് എന്തെങ്കിലും പറഞ്ഞാൽ അത് എല്ലാവരും പറയലില്ലല്ലോ ആ നിരക്ക്. പിന്നെ ഇടക്ക് കയറി വന്ന് തട്ടിയത് കൊണ്ട് പറഞ്ഞത് മാത്രമാണ്. അല്ലെങ്കിൽ ഞാനിപ്പോ ആ വിഷയം പറയാൻ ഉദ്ദേശിച്ചതല്ല. ഇപ്പൊ പറഞ്ഞു പച്ച നോണയാണ്. ഹലോ, അസ്സലാമലൈക്കും വറഹമത്തുള്ള. ഞാനിപ്പോ ഒരു അരമണിക്കൂറിലധികമായി നിൽക്കുന്ന ഉസ്താദ്. അതിന്റെ അടുക്ക് അബൂബാർക്ക് സമ്മതം ചോദിച്ച് ചാടി, പിന്നെ കല്ലിനി ഉസ്താദ് ചോദിക്കാതെ ചാടി, അതിന്റെ ശേഷം വേറൊരു എന്താ മൃഗത്തിന്റെ പേര് പറഞ്ഞ് വേറൊരാൾ ചാടി, ഇപ്പൊ അതും പൊതുവായിട്ടും വേറെ അഞ്ചാമതൊരാളും ചാടാൻ തുടങ്ങി. ഏതായാലും ഉസ്താദ് ഇന്ന് പക്ഷികളെ കുറിച്ചും മൃഗങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കഴുതിനെ കുറിച്ചൊക്കെ കഴുതയോടുകൂടി അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥ ആണോ എന്നൊന്ന് തോന്നിപ്പോവാണ്. ഏതായാലും ഞാൻ ചോദിക്കാനുള്ള ചോദ്യം ഏകദേശം സമാനമായ ചോദ്യമാണ് അബൂ മുബാറക്കും അതുപോലെ കല്ലീൽ ഉസ്താദ് ചോദിച്ചത്. ഏതായാലും ഒക്കെ കൂടെ കേട്ടപ്പോൾ ചോദിക്കാനുള്ള മൂടൊക്കെ പോയി. ഏതായാലും എടുത്ത സ്ഥിതിക്ക് ചോദിക്കാണ്. ഉസ്താദെ, ഇന്ന് നാട്ടില് സർവ്വസാധാരണമാണ് ഈ
നാലാള് കൂടി നിൽക്കുന്നിടത്ത് ചെന്ന് നോക്കിയാല് അവിടെ പിന്നെ ബ്രോക്കർമാരാണ്. എവിടെ നോക്കിയാലും, ബസ് സ്റ്റോപ്പിലാണെങ്കിലും ചായപ്പീടിയിലാണെങ്കിലും ബസ്സിലാണെങ്കിലും, എന്തിനേറെ പള്ളിന്റെ അകത്ത് വരെ ഇന്ന് ബ്രോക്കർമാർ കൂടിയിട്ട് സ്ഥലത്തിനെ പറ്റിയുള്ള കച്ചവടം നടക്കുന്ന ജോറായ പരിപാടി നടക്കുകയാണ്. അത് പിന്നെ അതിനു വേണ്ടി പിന്നെ കമ്മീഷൻ വാങ്ങുക, ഒരു സ്ഥലം വാങ്ങിയിട്ട് അത് മറ്റൊരാൾക്ക് വിൽക്കുന്നതിന് മുന്നേ മറിച്ച് വിൽക്കുക, ഇതൊക്കെ ഇന്ന് സർവ്വസാധാരണമാണ്. അതുപോലെ തന്നെ 1 ലക്ഷത്തിന്റെ പിന്നെ വിൽക്കുന്ന ആള് പിന്നെ 1 ലക്ഷത്തിന് 2500 രൂപ തോതില് പിന്നെ കമ്മീഷൻ കൊടുക്കുക. അതുപോലെ വാങ്ങുന്ന ആൾ, വിൽക്കുന്ന ആള് ഒരു 2500ഉം വാങ്ങുന്ന ആളുടെ അടുത്തുനിന്ന് വേറെ സംഖ്യ. ഇതൊക്കെ ഇസ്ലാമികപരമായിട്ട് അനുവദനീയമാണോ എന്ന് തുടങ്ങിയുള്ള ചെറിയ ഒരു വിശദീകരണം ഉസ്താദ് എന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതൊന്നും ശരിക്ക് ഇന്നത്തെ വിഷയമായിട്ട് യാതൊരു ബന്ധവുമില്ല. മനസ്സിലായില്ലേ? ഇതൊന്നും ഈ ഇന്നത്തെ വിഷയമായിട്ട് ഒരു ബന്ധമില്ല എന്ന് നജസിന്റെ ബാബ പറഞ്ഞേ. അത് കൈതയും പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ ഞാൻ ആ വിഷയം നീട്ടുന്നില്ല. ആ പറഞ്ഞ സാധുവിനോട് എനിക്ക് പറയാനുള്ളത്, പച്ച നോട പറയൽ നിങ്ങളാണ്. ഞങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ പച്ചയാവൂല, അത്രേ പറയാനുള്ളൂ. പച്ചന്റെ ആൾക്കാർ നിങ്ങളല്ലേ, പച്ചനെപ്പോ ഒതുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാലും ഞങ്ങൾ പച്ചനെ ഒതുക്കാൻ ശ്രമിച്ചിട്ട് പച്ച ഒതുങ്ങി. നിങ്ങൾ പച്ചനെ ഒതുക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഉണ്ടാവില്ല, അഡ്രസ് ഉണ്ടാവില്ല. ആദ്യം അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞത് കളവോ തെറ്റോ എന്ന് പറയാൻ മാത്രം വ്യക്തിപരമായി ഈ പറയുന്ന ഡോക്ടറോട് എനിക്കുള്ള പരിചയവും ബന്ധവും പോലെ ഈ പറയുന്ന സാധുവിന് ഇല്ല. അത് എവിടുന്നോ കയറി വന്ന ചെറിയൊരു ഞരമ്പ് രോഗി, അത്രയെ പറ്റി അയാളെ പറ്റി പറയാനുള്ളൂ. ഒരു ഞരമ്പ് രോഗി, എന്തോ ഒരു വികാരജീവി എന്നല്ലാതെ ഞങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ ഞങ്ങൾ ഏപ്പിക്കാരല്ലേ. ഏപ്പിക്കാരെങ്ങനെ പച്ചവണ അറിയാം? പച്ചനുണ പറയേണ്ടത് നിങ്ങളല്ലേ? ഏത് എസ് കെക്കാരല്ലേ പച്ചനുണ പറയേണ്ടത് നിങ്ങളല്ലേ? പച്ചന്റെ ആൾക്കാര്. ആ മനുഷ്യനെ പട്ടിക്കാട് പഠിക്കുന്ന കാലം മുതൽ പരിചയമുണ്ട് എനിക്ക്. നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് എന്ന് മുതൽ അറിയണോ? പറഞ്ഞ ഈ ചങ്ങായിക്ക് എന്ന് മുതൽക്കായി ഈ ഡോക്ടറെ അറിയാം? ഒരു നുണയില്ല എന്നല്ല, എല്ലാവർക്കും അറിയണ ഒരു സത്യല്ലേ. ഇയാള് യൂസുഫുൽ ഖർദാവി നേതൃത്വം കൊടുക്കുന്ന ഇഖ്വാനി സംഘടനയിലെ ഒരു മെമ്പറാണ്. അതറിയില്ലേ? അതും കളവാണോ? നിങ്ങൾ വലിയ ബണ്ടക്കയിൽ ഇയാളെ പരിചയപ്പെടുത്തലുണ്ടല്ലോ, ലോക പണ്ഡിത. ഈ ലോക പണ്ഡിത എന്ന് പറയുന്നത് എന്ത് ലോക പണ്ഡിതയാണ്? യൂസുഫുൽ ഖർദാവിന്റെ നേതൃത്വത്തിലുള്ള ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന മൗദൂദി സംഘടന. ആ സംഘടനയിൽ ഒരു മെമ്പറല്ലേ ഇയാള്? അത് ഉറപ്പല്ലേ? അത്രയും നിങ്ങൾ സമ്മതിക്ക്. 40 വയസ്സ് കഴിഞ്ഞ് വിവേകമെത്തിയതിന് ശേഷം ഒരു മൗദൂദി പണ്ഡിത സംഘടനയുടെ മെമ്പറാണെങ്കിൽ ഇയാൾ ചെറുപ്പത്തിൽ തന്നെ ആ കൊണക്കെട് ഉള്ളതുകൊണ്ടാണെന്ന് പരിചയമുള്ളവർ പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ബേജാറാണ്? മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്തിനാ ബേജാറാണ്? ഇപ്പൊ അയാൾക്ക് പക്വത ഒന്നില്ല, 10-60 വയസ്സായില്ലേ? ഈ 10-60 വയസ്സായ സമയത്ത് ഈ മൗദൂദി സംഘടനയിൽ മെമ്പറായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ നേരത്തെ തന്നെ ആ കൊണക്കടില്ലാതെ അല്ലെങ്കിൽ നിങ്ങൾ പറയും മുമ്പ് അയാൾ നല്ല സുന്നേനി, ഇപ്പൊ അയാൾ മൗദൂദി പണ്ഡിത സംഘടനയിലെ മെമ്പറാണെന്ന് പറയും. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് രാജിവെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നു മുതൽക്കാണെന്ന് പറഞ്ഞാൽ കൂടുതൽ അതിനെ സംബന്ധിച്ച് പഠിക്കേണ്ടവർക്ക് ഇൻഷാ അല്ലാഹ് രാത്രി അയാളെ തൽക്കാലം ഡോട്ടിട്ടാളി, അയാളെ ഇനി ചോദിപ്പിക്കണ്ട. അയാളെ ഉത്തരം പറയാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടല്ല, അതിനായിട്ടൊരു സമയമുണ്ട്. നമുക്ക് ആദർശ വിഷയങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് സമയമുണ്ട്. രാത്രി മറ്റേ നാട്ടിൽ നിന്ന് ലൈവ് ഉണ്ട്. ആ ലൈവ് കഴിഞ്ഞതിന് ശേഷം ആദർശ ചർച്ചയുടെ സമയത്ത് വരട്ടെ. അപ്പൊ അതിനെപ്പറ്റി വിശദമായി പറയാം. ഇപ്പൊ ആ വിഷയത്തിലേക്ക് ഇനി കടക്കുന്നില്ല. മനസ്സിലായില്ലേ? പിന്നെന്താ ഇതിന്റെ അടുത്ത് ഓലശ്ശേരി എന്താ പറഞ്ഞ്? ഓലശ്ശേരി പറഞ്ഞത് ഈ പറഞ്ഞേക്ക് തന്നെ കമ്മീഷൻ വാങ്ങാൻ പറ്റുന്ന ചില ജോലികളുണ്ട്. ആ കമ്മീഷൻ പറ്റുന്ന അതിന് തടി അധ്വാനവും സമയനഷ്ടവും പരിചയവും അറിവും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധ്വാനിക്കുന്നുണ്ടെങ്കിൽ ആ ബ്രോക്കർ പണിയാവാം. അതില്ലാതെ നിങ്ങൾ വിറ്റാലും വേണ്ടിയില്ല, വാങ്ങിയാലും വേണ്ടിയില്ല, ഞങ്ങളെ നോക്കുകൂലി, അതുപോലെ തന്നെ അട്ടിമറി കൂലി ഒക്കെ പറയുമ്പോൾ അതുപോലെയുള്ള കമ്മീഷൻ ആണെങ്കിൽ അത് ഇസ്ലാമികമല്ലാനും. ഉസ്താദ് നേരത്തെ ചോദിച്ച
കാറ് വായ്പ വെക്കുന്ന വിഷയത്തിൽ ഇരു കൂട്ടർക്കും അറിയാം. ഇപ്പൊ ഞാനിപ്പോ എൻ്റെ ഒരു ബൈക്ക് ഒരാൾക്ക് വാടക കൊടുക്കുകയാണെങ്കിൽ പിന്നെ അയാളെടുക്കുന്ന കാശ് വാങ്ങിയിട്ട് കൊടുത്താൽ അയാളത് ഉപയോഗിക്കുന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ്. അപ്പൊ നമ്മൾ പ്രത്യേക ഷർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാറില്ല. എനിക്കൊരു 10,000 റുപ്യ വേണമെന്ന് പറഞ്ഞിട്ട് വേറെ പൈസ നമ്മൾ വാങ്ങണേ, നമ്മൾ വണ്ടിയൊക്കെ കൊടുക്കുന്ന പോലെ അത് ഉപയോഗിക്കാന്നുള്ളത് സാധാരണ. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. പറഞ്ഞ വിഷയം തന്നെ നിങ്ങൾ ആവർത്തിക്കില്ല. ഇന്നൊരു ബിസിനസിന്റെ ദിവസം ഈ അബൂബക്കറൊക്കെ വന്ന് കണ്ട് ഉണ്ടാക്കിയാണ് ആകെ ബിസിനസ് കണ്ട് ഇറക്കി. ഇന്ന് നെജസ് ശുദ്ധിയാക്കുന്ന ഈ നെജസിനെ സംബന്ധിച്ചുള്ള വിഷയമാണ് നമ്മൾ കിതാബിൽ ഓതിയത്. അത് വെച്ച് ഒന്നപ്പെട്ട വല്ലതും ചോദിക്കും. ഇതെന്താണ്? ഏതോ ഒരു നാട്ടിലാ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു സംഖ്യ കടം കൊടുത്തിട്ട് അതിന് ജാമ്യമായിട്ട് ഒരു വസ്തു വാങ്ങിയാൽ അത് ഉപയോഗിക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ നിയമം അതാ. ഒരു കാര്യം, ഒരു സംഖ്യ കടം കൊടുത്തിട്ട് അതിന് പണയമായിട്ടൊരു വസ്തു വാങ്ങിയാൽ അത് ഉപയോഗിക്കാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ വ്യവസ്ഥയാണ്. എന്നാൽ ഈ കാശ് കൊടുക്കുന്ന ആളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങുന്നത് എന്ന വ്യവസ്ഥ വെച്ചുകൊണ്ടാണെങ്കിൽ അത് പലിശയാണ്. വ്യവസ്ഥ വെച്ചിട്ടാണ് പലിശയാണ്. വ്യവസ്ഥ വെക്കാതെ ആണെങ്കിൽ ഇസ്ലാമിക നിയമപ്രകാരം പാടില്ല. പിന്നെ വ്യവസ്ഥ വെച്ചിട്ടില്ല, പിന്നെ അറിയാം ഉപയോഗിക്കാനാണ്. നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും പാടില്ല എന്ന് പറഞ്ഞില്ലേ? ഇസ്രായേലിന്റെ നിയമപ്രകാരം പണയ വസ്തു ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ നിങ്ങൾ കാശ് കൊടുത്ത ആള് വസ്തുവിന്റെ ഉടമക്കാരൻ വാക്കാൽ തൃപ്തിപ്പെട്ട് പറഞ്ഞു നിങ്ങൾ വ്യവസ്ഥ വെച്ചിട്ടൊന്നുമല്ല, നിങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നത് എനിക്ക് സമ്മതമാണ്, സന്തോഷമാണെന്ന് അയാൾ ഇങ്ങോട്ട് പറഞ്ഞാൽ അത് അയാളുടെ അവകാശം, അയാൾ നിങ്ങൾക്ക് സമ്മതിച്ചു എന്നതാണ്, അതിന് കുഴപ്പമില്ല. ഈ കച്ചവടത്തിൽ തന്നെ കടന്ന് തിരിയല്ലേ? അല്ലെങ്കിൽ തന്നെ ഒരുവിധം അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആവുമ്പോ ഞാൻ പറയുന്നു എന്ന് വെച്ചിട്ട് നിങ്ങൾ ഓദ്യ വിഷയമായിട്ട് ഒരു പുലബന്ധം പോലും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ കണ്ട എസ്കെക്കാർ വന്ന് പറയും പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുന്ന, അല്ലെങ്കിൽ തന്നെ സമയം ഫിഖ് എന്തെങ്കിലും ചോദിക്കാൻ വന്ന് വിഷയമായിട്ട് ബന്ധപ്പെട്ട വല്ലതും വിഷയം പഠിക്കാൻ വന്ന ആളുകൾ വെറുതെ ആയി പോകുമല്ലോ. സമയമില്ലപ്പോ തന്നെ പങ്കുകൊടുക്കാനായും ചെയ്തു. അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഇന്നത്തെ വിഷയമായിട്ട് ചെറിയൊരു ബന്ധമുള്ളൊരു ചോദ്യമാണ്. ഉസ്താദിന് ഞാൻ പറയുന്നത് കേൾക്കണം. ഇപ്പൊ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ വീടിന്റെ മുമ്പിലൊക്കെ മാഷാ അള്ളാന്ന് തെങ്ങുമ്മല് കഴുങ്ങുമ്മല് അതുപോലെ ചില പഴകമ്മലൊക്കെ അടിച്ചു വെക്കുന്നുണ്ട്. അതിന്മേൽ അങ്ങനെ വെക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? അതിന്മേൽ ഇപ്പോ കാക്ക മറ്റു പക്ഷികളൊക്കെ വന്നിട്ട് തൂറുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെ പറ്റിയൊന്ന് അത് വെക്കേണ്ടതുണ്ടോ എന്നുള്ളത് പിന്നെ അതിന്റെ ഒരു ഫിക്ക് വീക്ഷണന്റെയാണുള്ളത് ഒന്ന് പറഞ്ഞു തന്നായിരുന്നു. അസ്സലാമു അലൈക്കും. മൈക്ക് റിലീസ് ചെയ്യുന്നു. വെക്കേണ്ടതുണ്ടോന്ന് വെച്ചാൽ മനസ്സിലായില്ല. ഫർളാണോന്നോ സുന്നത്താണോന്നോ എന്താ പറയുന്നത്? വെക്കേണ്ടത് ഉണ്ടോന്ന് ചോദിച്ചാൽ ഇസ്ലാമിൽ അങ്ങനെ ഫർളുണ്ടോന്നോ? ഇല്ല, ഫർളില്ല. ഇസ്ലാമിൽ അങ്ങനെ സുന്നത്തുണ്ടോന്നാണോ? സുന്നത്തുമില്ല. പിന്നത്തെ മൂന്നാമത്തത് ജായിസ് ആണോന്ന. അതായത് ഒരു വസ്തു, അത് കാർഷിക വിളയാവട്ടെ, വീടുകളാവട്ടെ, വാഹനമാവട്ടെ, നമ്മളെ സ്വന്തം മക്കളാവട്ടെ, ഈ വസ്തുവിനെ കണ്ട് നമുക്ക് കൗതുകം തോന്നിയാൽ കണ്ട ആള് മാഷാ അള്ളാ ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയണം എന്ന് ഖുർആനിൽ തന്നെ നിർദ്ദേശമുണ്ട്. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇത് കണ്ടാൽ തരക്കടില്ലല്ലോ, ഉഷാറായിണല്ലോ, പമ്പം കൃഷിയാണല്ലോ എന്നൊക്കെ പറയുന്നതിനേക്കാൾ മാഷാ അള്ളാ ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയണം എന്ന് ഖുർആൻ പറഞ്ഞത് ഇത് കണ്ടിട്ട് അത് നോക്കി വായിക്കട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ വെക്കാ. അതായത് ആളുകൾ കണ്ട ഉടനെ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയും, അത് പിന്നീട് ദോഷമായി ഭവിക്കാൻ സാധ്യതയുണ്ട് എന്നത് കൊണ്ടിട്ട് മോമിനീങ്ങളോട് അല്ലാഹു തആല പറഞ്ഞത് മാഷാ അള്ളാ ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയാനാണ്. അതിലേക്ക് സൂചനയായിട്ട് മാഷാ അള്ളാ എന്ന് എഴുതി വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? മാഷാ അള്ളാ എന്നാ മാഷാ അള്ളാഹു കാനാവോ മാലം ലമ്യക്കുന്ന, അള്ളാഹു ഉദ്ദേശിച്ചതേ ഉണ്ടാവൂ, അള്ളാഹു ഉദ്ദേശിക്കാത്തത് ഉണ്ടാവൂല എന്നാ വാക്കിനർത്ഥം. അപ്പൊ അത് പറയാൻ നമ്മൾ കടമപ്പെട്ടവരാണ്. അപ്പൊ അത് കണ്ടിട്ട് പറഞ്ഞോട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണത് വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല.
ഈ കാക്കന്റെ മുട്ട അങ്ങനെ കുറെ മുട്ട ഭക്ഷിക്കുന്നതിനെ പറ്റി പറഞ്ഞു. ഈ ഭക്ഷിക്കാൻ പറ്റാത്ത മുട്ടകൾ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് വെച്ചാണ്. അതുപോലെ തന്നെ ഭക്ഷിക്കാൻ പറ്റാത്ത പക്ഷികൾ, അതാ ഭക്ഷിക്കൽ ഹറാമായ പക്ഷികൾ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് പറഞ്ഞാൽ വളരെ ഉപകാരമാണ്. അസ്സലാമു അലൈക്കും. മുട്ടകൾ വിഷാംശമുള്ളത് ആരോഗ്യത്തിന് ഹാനികരമായത് ഉണ്ടെങ്കിൽ അത് മാത്രമേ ഭക്ഷിക്കാൻ പറ്റാത്തുള്ളൂ. ബാക്കി ഏത് ജീവിയുടെ മുട്ടയും അനുവദനീയമാണ്. വിഷാംശമുള്ളത് ആരോഗ്യത്തിന് ഹാനികരമായതായ വല്ല മുട്ടയും ഉണ്ടെങ്കിൽ അത് പാടില്ല. അല്ലാത്ത എല്ലാ മുട്ടയും ആവാം. പക്ഷികളുടെ കൂട്ടത്തിൽ ഭക്ഷിക്കൽ ഹലാലായതുകൊണ്ട് ഹലാലാകാത്തതുകൊണ്ട് വിശദാംശം ഇൻഷാ അള്ളാ മുമ്പ് നമ്മൾ ഖുലാസ ഓതി എന്ന് കുറച്ച് ഭാഗം പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിശദീകരണം ഫത്ഹുൽ മുഈനിൽ അറവിന്റെ ബാബ് വരുമ്പോൾ അവിടെ വരികയും ചെയ്യും. ഇപ്പൊ അത് പറഞ്ഞാൽ കുറെ വിശദമായി പറയണം. അതിനുള്ള സമയ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. പക്ഷികളുടെ കൂട്ടത്തിൽ ഭക്ഷിക്കാൻ പറ്റുന്നതുകൊണ്ട് പറ്റാത്തതുകൊണ്ട് അതൊക്കെ ഉലമാക്കൾ വേറെ തിരിച്ച് പറഞ്ഞു തന്നിട്ടുമുണ്ട്. അത് ഇൻഷാ അള്ളാ ആ അറവിന്റെ ബാബ് വരുമ്പം ആ ഭാഗം വിശദമായി വരും. ചെറിയ തോതിൽ പണ്ട് ഖുലാസയിൽ പറഞ്ഞിട്ടുമുണ്ട്. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്കൊരു ചെറിയ സംശയം. ഞാൻ എടക്കര മലപ്പുറം ജില്ലയിലെ എടക്കരയിൽ നിന്നാണ് ചോദിക്കുന്നത്, വീട്ടിൽ നിന്ന്, നാട്ടിൽ നിന്നാണ്. ഞാൻ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ജമാഅത്തിന് പോയി പങ്കെടുക്കുന്ന സമയത്ത് നിസ്കാരം 2 റക്അത്ത് കഴിഞ്ഞിരിക്കണം. ഇമാമും 3ാമത്തെ റക്അത്താണ്, എനിക്ക് ആദ്യത്തെ റക്അത്താണ്. അപ്പൊ ഞാൻ ഫാത്തിഹ ഓതിയതിന് ശേഷം എനിക്ക് സൂറത്ത് ഓതിക്കൂടെ? അല്ല, വെറും ഉസ്താദിന് അല്ല ഇമാമിന് 3ാമത്തെ റക്അത്താണെങ്കിൽ ഒരു ഫാത്തിഹ മാത്രമല്ലേ ഓതുള്ളൂ. അപ്പൊ എനിക്ക് അവിടെ സൂറത്തും കൂടി ഓതിക്കൂടെ? അതൊന്ന് വിശദീകരിച്ച് തന്നാൽ നന്നായിരുന്നു. ദുആവസിയത്തോടു കൂടി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നാട്ടിനായതുകൊണ്ട് നെറ്റിന്റെ കുറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആ ശബ്ദം കുറച്ചൊരു കുറവായി. ഏതായാലും ആട്ടെ. 3ാമത്തെ റക്അത്തിൽ 4 റക്അത്തുള്ള നിസ്കാരത്തിൽ 3ാമത്തെ റക്അത്തിൽ ജമാഅത്തിൽ തുടർന്നാൽ ഇമാമ് 3ാമത്തെ റക്അത്തിൽ ഫാത്തിഹ മാത്രമേ ഓതുവെങ്കിലും മൗമൂമിന് അവന്റെ 1ാമത്തെ റക്അത്ത് തന്നെയാണത്. അതുകൊണ്ട് ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം സൂറത്ത് ഓതാൻ സമയം കിട്ടിയാൽ ഓതൽ സുന്നത്തുണ്ട്. സമയം കിട്ടിയില്ല എന്നാൽ പിന്നെ ഇമാമ് സലാം വീട്ടിയതിന് ശേഷം പിന്നീട് നിസ്കരിക്കുമ്പോൾ അവിടെ സൂറത്തോതൽ സുന്നത്തുണ്ട്. സമയം കിട്ടിയാൽ ഇവിടെ തന്നെ ഓതാ. അതായത് ഇപ്പം ഇമാമ് കുറച്ച് സാവകാശം ഫാത്തിഹ ഓതുന്ന ആളാണ്, ഇയാള് കുറച്ച് അത്യാവശ്യം സ്പീഡിൽ ഓതുന്ന ആളുമാണ്. അപ്പൊ ഇയാള് ഫാത്തിഹ ഓതി കഴിഞ്ഞപ്പോ ഇമാം റുക്കോയിൽ പോയിട്ടില്ല. അപ്പൊ അവിടെ സമയം കിട്ടും എങ്കിൽ അവിടെ സൂറത്തോതാ, സുന്നത്ത് തന്നെ. ഇല്ല, സമയം കിട്ടിയിട്ടില്ലെങ്കിലോ മിതമായ നിരക്കാണ് മൗമൂമിന്റെ ഓത്തും, മിതമായ നിരക്കനാണ് ഇമാമിന്റെ ഓത്തും. അങ്ങനെ ഇമാം ഓതി കഴിയുമ്പോൾ ഇയാളും ഓതി കഴിഞ്ഞ് ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ടുള്ളപ്പോൾ ഇമാം റുക്കോയിൽ പോയി. എന്നാൽ പിന്നെ ഇമാം സലാം വീട്ടിയതിനു ശേഷം 3ാമത്തെയും 4ാമത്തെയും റക്അത്തിൽ പൂർത്തിയാക്കുന്ന സമയത്ത് സൂറത്തോതൽ സുന്നത്തുണ്ട്. കേൾക്കുന്നില്ല? അസ്സലാമു അലൈക്കും. കേൾക്കുന്നില്ല? ഹലോ, കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും. പിന്നെ ഞാൻ ചാടിയതല്ല കേട്ടോ, ചാടിയതല്ല, അത് അയാളെ മൈക്ക് എടുക്കാത്തോണ്ടെന്നും. ഉസ്താദെ, എനിക്കൊരു സംശയം. പിന്നെ ഹജ്ജിന് പോകുന്ന സമയത്ത്, ഒരാളെ ഹജ്ജിന് പോകുന്ന സമയത്ത് പിന്നെ അസ്കരി, ഇവിടുത്തെ പോലീസുകാരെ ഭയപ്പെട്ടിട്ട് ബസ്സിൽ ഒരു സെക്കൻഡ് നേരം, അതല്ലെങ്കിൽ ഒരു അര മിനിറ്റ് നേരം ഇഹ്റാം അല്ലാത്ത ഡ്രസ്, ഇഹ്റാം ആയ സമയത്ത്, ഇഹ്റാമിലുള്ള സമയത്ത് തുന്നപ്പെട്ട വസ്ത്രം ധരിച്ചുപോയി. അത് പ്രശ്നമുണ്ടോ? അതായത് പോലീസുകാർ ചെക്ക് ചെയ്ത് പിടിക്കുന്നു, ഒരു ചെറിയ ബേജാറായ സമയത്ത് ഒരു അര മിനിറ്റ് നേരം അയാള് പിന്നെ തുന്നപ്പെട്ട വസ്ത്രം ധരിച്ചുപോയി. അങ്ങനെ ചെയ്താൽ പ്രശ്നമുണ്ടോ? അതുപോലെ പിന്നെ വേറൊരു ചോദ്യം കൂടിയുണ്ട്.
അറുക്കൽ നിർബന്ധമായ നിലക്ക് ഹജ്ജ് ചെയ്ത ആള് 10 ദിവസം നോമ്പ് നോറ്റാൽ മതി എന്നറിഞ്ഞു പൈസ അത് അറക്കാൻ കഴിയില്ല എങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ അറുക്കാൻ കഴിയാത്ത ആൾ നോമ്പ് നോക്കുമ്പോൾ അയാൾ ഇഹ്റാമിലാവണം എന്ന് ഷർത്തുണ്ട്. അങ്ങനെ ആവുമ്പോൾ ഇഹ്റാമിലാവണം എന്ന്, അതായത് നോമ്പിനും ഇഹ്റാമിലാവണം എന്ന് ഷർത്തുണ്ട്. അതായത് തുന്നിയ ഡ്രസ്സൊന്നും ധരിക്കാൻ പാടില്ലേ? അസ്സലാമു അലൈക്കും. ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയം ഒക്കെ നമ്മൾ വിശദമായി പണ്ട് ഹജ്ജ് ക്ലാസ് പറഞ്ഞ, എന്നാലും ചുരുക്കി പറഞ്ഞുതരാം. ഇഹ്റാമിലുള്ള വ്യക്തി ബുദ്ധിമുട്ടാകും എന്ന് കണ്ട ഒരു സാഹചര്യത്തിൽ തൽക്കാലത്തേക്ക് കുപ്പായിട്ടു, പിന്നെ അത് ഒഴിവാക്കുകയും ചെയ്തു. മനഃപൂർവ്വം ചെയ്തതായത് കൊണ്ട് ഫിദിയ വുജൂബാണ്. ഫിദിയ എന്ന് പറഞ്ഞാൽ 3-1 ചെയ്യാം. ഒരു പക്ഷേ 3 സ്വാഴ് അരിയോ ഗോതമ്പോ വാങ്ങിയിട്ട് 1/2 സ്വാഴ് വീതാക്കിയിട്ട് 6 മിസ്കിമാർക്ക് സദഖ ചെയ്യുക. ഒരു സ്വാഴ് എന്ന് പറഞ്ഞാൽ സാധാരണ ഫിത്ർ സക്കാത്തിന് കൊടുക്കുന്ന ഏകദേശം കഷ്ടിച്ച് 3 കിലോ ഉണ്ടാവും. അപ്പൊ ഒരു 9 കിലോ അരിയോ ഗോതമ്പോ വാങ്ങിയിട്ട് 1/2 കിലോ വീതം ആക്കി, അല്ല 1.5 കിലോ വീതം ആക്കിയിട്ട് 6 ആൾക്ക് കൊടുക്കുക ഫിദിയ എന്ന നെയ്യത്തോടു കൂടി. അതല്ലെങ്കിൽ 3 ദിവസം നോമ്പ് വിൽക്കുക, അതല്ലെങ്കിൽ ഒരു ആടർക്കുക. 3-1 ചെയ്താൽ മതി. കാരണം ചെയ്തത് അത്യാവശ്യ ഘട്ടത്തിലാണെങ്കിൽ പോലും മനഃപൂർവ്വം ചെയ്തതായതുകൊണ്ട് അതിന് ഫിദിയ വേണം. പിന്നെ ഫിദിയക്ക് നോമ്പ് നോൽക്കുമ്പോൾ ഇഹ്റാമിൽ വേണം എന്ന് ഷർത്തൊന്നുമില്ല. പക്ഷെ ഹജ്ജിൻ്റെതാണെങ്കിൽ അറക്കാൻ സാമ്പത്തികമായി കഴിവില്ലാത്ത ആള് 10 നോമ്പ് നോൽക്കുന്ന സാഹചര്യത്തിൽ 3 നോമ്പ് ഇഹ്റാമിലാവലാണ് നല്ലത്. ഇഹ്റാമിലാകുക എന്ന് പറഞ്ഞാൽ മിനയിൽ കല്ലെറിയുന്നതിന്റെ മുമ്പുള്ള ദിവസങ്ങളിൽ ചെയ്യുക. അതിന് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഇഹ്റാമിലല്ലാതെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. വേഷം ഏതായാലും ആവശ്യമില്ല. ഇഹ്റാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാധാരണ വേഷത്തിൽ തന്നെ നോറ്റാൽ മതി. ആദ്യം ഇഹ്റാം ഈ ഹജ്ജിൽ 3ഉം ബാക്കി നാട്ടിലെത്തിയതിന് ശേഷം 7ഉം കൂടി 10ആണ്. അറക്കൽ വുജൂബുള്ള ആൾക്ക് സാമ്പത്തികമായി കഴിവില്ലെങ്കിൽ ഫിദിയായിട്ട് നോൽക്കേണ്ട നോൽമ്പുകൾ. അവിടെ ഹജ്ജിന്റെ സമയത്ത് ആവൽ നല്ലതാണ് 3 എണ്ണം. അല്ലെങ്കിൽ ആദ്യം 3ഉം പിന്നെ ബാക്കി 7 നിസ്കരിക്കുക. ഇഹ്റാമിൻ അല്ല നോൽക്കുക, ഇഹ്റാമിന്റെ വേഷത്തിലാവണം എന്ന് ഷർത്തില്ല. സമയം ഇന്ന് ആവശ്യമില്ലാത്ത ചില ചർച്ചകളിലേക്ക് യാദർച്ഛികമായി കയറി വന്നതുകൊണ്ട് നമ്മുടെ സമയം ഒരുപാട് നഷ്ടപ്പെട്ടു. ഇപ്പൊ ബാങ്ക് പള്ളിക്കൊന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഷെറുകളിൽ നിന്ന് അല്ലാഹു തആല കാക്കുമാറാകട്ടെ. ഇനി ദുആർക്കാനൊന്നും സമയമില്ല. ശരി, ഞാനും കാണുന്നുണ്ടത് ആ PM അടിച്ചത് നാട്ടിൽ ഏത് താങ്കളാ പറഞ്ഞ് ദീർഘകാലം മദീനയിൽ ഉണ്ടായിരുന്ന, ഇപ്പോൾ നാട്ടിൽ ലീവിലുള്ള SAP തങ്ങൾ നെഞ്ഞുവേദന ഉണ്ടായി ഹോസ്പിറ്റലിലാണ്. ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനവർകളുടെ രോഗം പൂർണ്ണമായി ശിഫയാക്കി കൊടുക്കുമാറാ.